ണോ? നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് കെമിസ്ട്രിയിലെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആരെങ്കിലും നോക്കിയായിരുന്നോ എന്താണ് ചാപ്റ്ററിന്റെ നെയിം എന്ന്? ചാപ്റ്റർ നെയിം നോക്കി എത്ര പേരുണ്ട്? ചാപ്റ്റർ നെയിം പോലും നോക്കിയിട്ടില്ലേ മക്കളെ? മിസ് തന്നെ പറയണോ? ഓക്കെ, ആർക്കെങ്കിലും അറിയോ? ഇപ്പൊ നോക്കാണ്, മറിച്ച് സ്പീഡിൽ നോക്കുകയാണ്. ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം മിസ്സിനെ വെട്ടിക്കും. ആർക്കെങ്കിലും പറയണോ? എന്നാൽ ഞാൻ തന്നെ പറയോ കേട്ടോ. ഇപ്പം എത്തൂല. നിങ്ങൾ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കും. നിങ്ങളിപ്പോൾ വരുന്നു പറഞ്ഞു. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ബേസിക് സയൻസിൽ ചാപ്റ്റർ 8 ആയിട്ട് അടക്കായിരിക്കും. കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആ രീതിക്ക് തന്നെ പോവാം. നേച്ചർ ഓഫ് മാറ്റർ, എലമെന്റ്സ്, കോമ്പൗണ്ട്സ് ആൻഡ് മിക്സ്ചേഴ്സ്. വലിയ പേരുള്ളൊരു ചാപ്റ്ററാണ്. ഭയങ്കര ബിഗ് നെയിമൊക്കെ കൊടുത്ത് ലോങ് നെയിംസ് ഒക്കെ കൊടുത്തിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷേ സിമ്പിൾ ചാപ്റ്ററാണ്, ഒരുപാടൊന്നും ഇല്ല. ഓക്കെ, നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ആൻഡ് കുറച്ചറിയാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. ആൻഡ് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമുക്കത് പഠിച്ചു പോകാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അതുകൊണ്ട് ഇന്ന് എടുക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ നമ്മളൊപ്പം പഠിച്ചു തന്നെ പോകും. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ തുടങ്ങാം? മാറ്ററിനെ പറ്റിയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞതാണ് അല്ലേ? മാറ്റർ എന്ന് പറയുന്നത് മെയ്ഡപ്പ് ഓഫ് വാട്ട്? എന്ത് വെച്ചിട്ടാണ് മെയ്ഡപ്പ് ചെയ്തിരിക്കുന്നത് എന്നാ പറഞ്ഞത്? അതാര് പറയും? മാറ്റർ ഈസ് മെയ്ഡപ്പ് ഓഫ് ഡാഷ്. എന്ത് വെച്ചിട്ടാണ്? യെസ്, അൻവിത. എന്ത് വെച്ചിട്ടാടാ അൻവിതക്കുട്ടി? ഇപ്പൊ കേക്കാടാ, പറഞ്ഞോ. എന്ത് യൂസ് ചെയ്തിട്ടാണ് മാറ്റർ മെയ്ഡപ്പ് ചെയ്തിരിക്കുന്നത്? യെസ്, പറഞ്ഞോ. ഒന്നും കേൾക്കുന്നില്ലല്ലോടാ. നീ പറയാൻ ഹലോ മാത്രം കേൾക്കാം, വേറെ ഒന്നും കേൾക്കുന്നില്ല. യെസ്, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. അടിപൊളി, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പൊ മാറ്റർ എന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, ചെറിയ നമുക്ക് കാണാൻ പോലും പറ്റില്ല അത്രയും ചെറിയ പാർട്ടിക്കിൾസ് വെച്ച്, ടൈനി പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് നമ്മൾ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് നമ്മുടെ ഈ ചാപ്റ്ററും വരുന്നത്. ഹിയർ കുറച്ച് വേറെ എലമെന്റ്സും കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ചാപ്റ്റർ തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം കൊണ്ട് തുടങ്ങണം എന്ന് മിസ്സിന് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി മിസ് കൊണ്ടുവന്നിരിക്കുകയാണ്. എടുത്തോ, കുറച്ച് കഴിച്ചാൽ മതി. കാരണം തൊണ്ടവേദന ഒന്നും എടുക്കരുത് ആർക്കും. കാരണം ഈ നാളെ ക്ലാസ്സിൽ പോകേണ്ടതാ. അത് ഓർത്ത് കുറച്ച് കഴിച്ചാൽ മതി. ഓക്കെ, എന്താണെന്ന് ആര് പറയും? ഇനി ആരെങ്കിലും ഫേവറേറ്റ്സ് ഒക്കെ ആയിരിക്കുമല്ലോ. ഓക്കെ, എന്താണ് മിസ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി? അനന്യ, ഇതെന്താ കണ്ടിട്ട് തോന്നണേ? ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീമിൽ കുറെ ഫ്രൂട്ട്സും ഉണ്ട് അല്ലേ? ഒരു ഫ്രൂട്ട് സാലഡിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉള്ള ഐസ്ക്രീം മൊത്തം ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അടിപൊളി. ആൻഡ് ഇഷ്ടമാണോ നിങ്ങൾക്ക്? ഇഷ്ടമാണ്. ഇന്നിനി വീട്ടിൽ ബഹളമായിരിക്കും, മമ്മി ഐസ്ക്രീം. ഓക്കെ, അങ്ങനെ ചോദിച്ചാൽ അടി കിട്ടും. മിസ്സിന് കിട്ടുന്നില്ല, നിങ്ങൾക്കും കിട്ടില്ല. ഓക്കെ, അപ്പൊ ഐസ്ക്രീമാണ് മിസ് കൊണ്ടുവന്നത്. അപ്പം ഐസ്ക്രീമിൽ ഐസ്ക്രീം ഉണ്ട്. പിന്നെ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ഇത് നമുക്ക് മൊത്തം അനാട്ടമി സെഷൻ പോലെ ഐസ്ക്രീമിനെ പറ്റി പഠിക്കാം. ഓക്കെ, പറയട്ടെ എന്തൊക്കെ കാണുന്നുണ്ട് ഈ ഐസ്ക്രീമിൽ? പക്ഷെ അടുത്ത സ്ലൈഡ് കാണിക്കും മിസ്, ഇതൊക്കെ കാണിക്കുവാണോ? ഓക്കെ, ആര് വിളിക്കും സർ? ഹരിനന്ദ, എന്തൊക്കെ ഉണ്ടടാ ഈ ഐസ്ക്രീമിൽ? മിസ് കൊണ്ടുവന്നതിൽ എന്ത് വേണം നിനക്ക്? ഓക്കെ, എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ? അടിപൊളി. പിന്നെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇച്ചിരി ഡെക്കറേഷൻ ഒക്കെ കുറെ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, മിന്റ് ലീഫ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. പോട്ടെ. ഓക്കെ, അപ്പൊ ഇതവിടെ ഇരിക്കട്ടെ. ഇനിയും മിസ് ഇച്ചിരിയുടെ പാവപ്പെട്ടെന്നല്ല, ഒരു വേറെ ഒരു സാധനം കൂടെ കൊണ്ടുവരാം. എപ്പോഴും ഒരു ഡിഫറെന്റ് സാധനം കൂടെ കൊണ്ടുവരാം. രണ്ടും ഡിഫറെന്റ് ആണേ. ഓക്കെ, വാട്ട് ഈസ് ദിസ്? ഇതാര് പറയും? വാട്ട് ഈസ് ദിസ്? യെസ്, ഇശാൽ. ഇത് കണ്ടിട്ട് എന്താ തോന്നണേ? മിക്സ്ചർ ആണ്. വീട്ടില് മിക്സ്ചറൊക്കെ കഴിക്കാറൊക്കെ ഉണ്ടാവില്ലേ നമ്മള്? വൈകുന്നേരമൊക്കെ വരുമ്പോ ഇങ്ങനെ TV കാണുമ്പോ അല്ലെങ്കിൽ റീൽസ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ തിന്നും അല്ലേ? അതിൽ എന്തൊക്കെയുണ്ട്? മിക്സ്ചർ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താ മിക്സ്ചറിലുള്ളത്? നിങ്ങൾ വാങ്ങുന്ന മിക്സ്ചറിലെ പറഞ്ഞാൽ മതി, ഈ മിക്സ്ചറിലെ തന്നെ വേണമെന്നില്ല. എന്തൊക്കെ ഉണ്ടാവും? ആര് പറയും? ഒരു മിക്സ്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? കാർത്തിക് വീട്ടിൽ വാങ്ങുന്ന മിക്സ്ചറിൽ എന്തൊക്കെ ഉണ്ടാവാറുണ്ട്? പീനട്ട് ഉണ്ടാവും. പിന്നെ
അതെ, നീളമുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാകും. പിന്നെ കറി ലീവ്സ് ഉണ്ടാവും. ഇച്ചിരി റിച്ച് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ കിട്ടും അല്ലെ, മറ്റേ കാഷ്യൂ റേസിൻസ് ഒക്കെ കിട്ടും അല്ലെ. അതെ, ഇച്ചിരി കാശ് കൂട്ടി കൊടുത്താൽ അതും കിട്ടും. മൊത്തത്തിൽ നല്ലതാ, അതും കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇടയ്ക്കൊക്കെ കഴിക്കാം, ഡെയിലി ആവണ്ടെന്നുള്ളൂ. ഓക്കെ ഫൈൻ. അപ്പൊ മിസ് പറയാൻ പോകുന്ന കാര്യം ആരെ പറ്റിയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവും. ഈ മിക്സ്ചറിനെ പറ്റിയല്ല മിസ് പറയാൻ പോകുന്നത്, ഇതിന്റെ രണ്ടിന്റെയും കോമൺ ആയിട്ടൊരു ക്യാരക്ടറിനെ പറ്റിയാണ് മിസ് പറയുന്നത്. ഓക്കെ, ഇവര് രണ്ടുപേരിലും എന്താണ് പ്രത്യേകത നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായിരിക്കും ഇവര് രണ്ടുപേരും കോമൺ ആയിട്ടുള്ളത്? ആരോട് ചോദിക്കും സാർ? സ്റ്റീവിന് എന്ത് തോന്നുന്നടാ? സ്റ്റീവ് ജോസ്, എന്താ ഈ ഫ്രൂട്ട് സാലഡ് ഒന്ന് ആലോചിക്കാം നമുക്ക്. ഫ്രൂട്ട് സാലഡിലും ഈ മിക്സ്ചറിലും എന്താ കോമൺ ആയിട്ട് പറയാനുള്ളത് നിനക്ക്? ഫ്രൂട്ട് സാലഡിന് മധുരം ഉണ്ടാകും, അതാണോ കണ്ടുപിടിച്ചത്? കോമൺ ആയിട്ടല്ലത്. ഓക്കെ, ഒന്ന് ആലോചിച്ച് വെക്കാം. ഞാൻ ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഒരു ഭാഗത്തു നിന്നാണ് എൻ്റെ ഫ്രൂട്ട് സാലഡ് ഞാൻ കഴിച്ചത്. അപ്പൊ എനിക്ക് എന്തൊക്കെ അവൈലബിൾ ആയിരിക്കും? ആ ഒരു പാർട്ടിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ആയിരിക്കും കൂടുതൽ കിട്ടുക, ക്വാണ്ടിറ്റി കൂടുതൽ. നേരെ മറിച്ച് ഞാൻ ഇവിടെയാണ് ഒരു സ്പൂൺ യൂസ് ചെയ്ത് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഏത് ഭാഗമായിരിക്കും കിട്ടുക? ഓക്കെ, അത്രേ ഉള്ളൂ, അത്ര ആലോചിച്ചാൽ മതി. അപ്പൊ എന്തൊക്കെയായിരിക്കാം ഒരു മിക്സ്ചർ, അല്ലെങ്കിൽ ഇതൊക്കെ ആക്ച്വലി ഒരു മിക്സ്ചർ എന്ന് പറയുന്ന കാറ്റഗറി തന്നെ പെടുന്ന ആൾക്കാരാണ് കേട്ടോ മക്കളെ. മിക്സ്ചർ എന്ന് പറയുമ്പോൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മിക്സ്ചർ മാത്രമല്ല, കെമിക്കലി ഇവരെല്ലാരും നമ്മൾ പറയുന്ന പേരാണ് മിക്സ്ചേഴ്സ്. ഓക്കെ, മിക്സ്ചർ അതായത് മിക്സ്ചർ എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഒരുപാട് കമ്പോണൻസ്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ അതില്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഡെഫിനിഷൻ വായിച്ചു നോക്കാം നമുക്ക്. ഈ മിക്സ്ചറിന്റെ 2 or more substances are mixed. രണ്ടോ അതിൽ കൂടുതലോ വേണം, ഒരെണ്ണം മിക്സ് ആവില്ലല്ലോ ഓട്ടോമാറ്റിക്കലി. വേർ ഈച്ച് സബ്സ്റ്റൻസസ് റിറ്റെയിൻ ഇറ്റ്സ് പ്രോപ്പർട്ടി, ഇറ്റ് ഇസ് കോൾഡ് മിക്സ്ചർ. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതിലാണെങ്കിൽ പീനട്ട് ഉണ്ടാകും ആൻഡ് അതിൽ വല്ല ചിപ്സ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞില്ലേ, അതേപോലെയാണ് കെമിക്കലിയും അവർക്ക് എങ്ങനെയായിരിക്കും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും കാണിക്കുക. ഓക്കെ, ഒരു മിക്സ്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് കമ്പോണൻസ്, 2 or more കമ്പോണൻസ് കമ്പൈൻ ചെയ്തുണ്ടാവുന്നതാണ് എന്ത്? മിക്സ്ചർ. ഐഡിയ കിട്ടിയോ? മിക്സ്ചർ എന്ന് പറഞ്ഞ ഐഡിയ കിട്ടിയോ? സിമ്പിൾ ആണല്ലോ, അത് ബുദ്ധിമുട്ടില്ല. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ദ ഇൻഡിവിജ്വൽ സബ്സ്റ്റൻസസ് ദാറ്റ് മേക്ക് അപ്പ് ദ മിക്സ്ചർ ആർ കോൾഡ് കമ്പോണൻസ്. ഓക്കെ, അത് ഓരോരോ കമ്പോണൻസിനെ നമ്മൾ എടുക്കണമെങ്കിൽ ഓരോന്ന് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരാണ് കമ്പോണൻറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫ്രൂട്ട് സാലഡിന്റെ കമ്പോണൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഒരു കമ്പോണൻ്റ് ആണ്, ആപ്പിൾ ഒരു കമ്പോണൻ്റ് ആണ്, മാംഗോ ഒരു കമ്പോണൻ്റ് ആണെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു മിക്സ്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെല്ലാനും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ സബ്സ്റ്റൻസിനെയും ഞാൻ മാറ്റിയെടുക്കുകയാണെങ്കിൽ അവർ ഞാൻ പറയുന്ന പേരാണ് എന്ത്? കമ്പോണൻസ്. ഐഡിയ കിട്ടിയോ? കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ. ആൻഡ് ലാസ്റ്റ് ഒരു കാര്യം കൂടി ഉണ്ട്. ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ ഡു നോട്ട് റിയാക്ട് കെമിക്കലി വിത്ത് ഈച്ച് അതർ. ഇവർ പരസ്പരം എന്ത് ചെയ്യുന്നില്ല? റിയാക്ട് ചെയ്യില്ല. ഇഫ് അത് രണ്ടും വേറെ കിടക്കുന്ന ആൾക്കാരാ, രണ്ടുപേരും പരസ്പരം റിയാക്ട് ചെയ്യില്ല. ഇത്രയും കാര്യങ്ങളാണ് മിക്സ്ചേഴ്സിൽ പഠിക്കാനുള്ളത്. ഐഡിയ കിട്ടിയോ മക്കളെ? കിട്ടിയെങ്കിൽ ബിഗ് ടാറ്റ കാണിച്ചേ. യെസ്, ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോ. ഡൗട്ട്സ് ഉള്ളവർ മാത്രം റേസ് ഹാൻഡ് ഇട്ടോ, ബാക്കി എല്ലാവരും പെട്ടെന്ന് ഇത് പഠിച്ചേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിക്സ്ചേഴ്സ്. ഓക്കെ, ഡൗട്ട്സ് ഉള്ളവർ മാത്രം റേസ് ഹാൻഡ് ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം പറയാം. ഓക്കെ, ഇനി റേസ് ഹാൻഡ് ഇട്ടോ. യെസ്, അദ്വൈത് എന്താടാ? ഓക്കെ, കോമ്പണൻസ് എന്ന് വെച്ചാൽ ഓരോരോ പർട്ടിക്കുലർ കാറ്റഗറി ആയിട്ട് എടുക്കാന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാൻ ആ എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ ഇനി അടുത്ത് പറഞ്ഞുതരാം. ഓക്കെ, ആ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പീനട്ട് ഉണ്ട് ആൻഡ് ചിപ്സ് രണ്ടും മിക്സ് ചെയ്ത് വെച്ചിരിക്കാമെന്ന് വിചാരിക്കാം, പീനട്ട്സ് ആൻഡ് ചിപ്സ്. അപ്പൊ അതിലൊരു കമ്പോണന്റ് ആണ് പീനട്ട് ആൻഡ് അതർ കമ്പോണന്റ് ഈസ് ചിപ്സ്, ആ ഒരു കാറ്റഗറി. അതേപോലെ കെമിക്കലി നമ്മൾ കുറെ സബ്സ്റ്റൻസ് പഠിക്കാനുണ്ട്. അപ്പൊ അത് ഇത്തിരി കൂടി ഡെവലപ്പ് ആവും, ക്ലാസ് പോർഷൻ ഡെവലപ്പ് ആകുമ്പോൾ നിനക്ക് ഇത്തിരി കൂടെ ഐഡിയ കിട്ടും. ഓക്കെ, സൂപ്പർ. ഓക്കെ, ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പഠിച്ചോളൂ, വേഗം പഠിച്ചു കഴിഞ്ഞ് റേസ് ഹാൻഡ് ഇട്ടോ. പഠിച്ചു കഴിഞ്ഞവർ റേസ് ഹാൻഡ് എടുക്കുക. മിക്സ്ചർ എന്താണ് ആൻഡ് കമ്പോണന്റ് എന്താണ്, ഇത്രയും തന്നെ ആദ്യം രണ്ട് സെന്റൻസ് പാരാസ് പഠിച്ചാൽ മതി. എന്താണ് മിക്സ്ചർ, എന്താണ് കമ്പോണൻസ്. ഓക്കേടാ, അപ്പോൾ പെട്ടെന്ന് തന്നെ പറയാൻ റെഡി ആയല്ലോ? യെസ്, പറയാൻ റെഡി ആയിട്ടുണ്ട്. ആരെ വിളിക്കും സർ? എല്ലാവരും പഠിക്കണം, ഒരാളെയും നമ്മളിവിടെ നിന്ന് സ്കിപ്പായി പോകാൻ പറ്റില്ല.
യെസ് പഠിച്ചു. ഒരു പഠിച്ചതിന്റെ ഒരു ഓക്കെ ഡാ പറ. ഫസ്റ്റ് ഇതില്ലേ വേർ സബ്സ്റ്റൻസ് റിട്ടൈൻസ് ഇൻ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. യെസ്, അതായത് ഓരോ സബ്സ്റ്റൻസിനും അതിൻ്റെതായ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ സ്വീറ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഞാൻ മിക്സ് ചെയ്തതെന്ന് വിചാരിക്കാം, അതിന് സ്വീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിയെ കാണിക്കുള്ളൂ. ഓക്കെ, അത് ഓരോ എലമെന്റ്സും അവരുടെ പ്രോപ്പർട്ടീസ് കാണിക്കും, അത്രേ ഉള്ളൂ. റിട്ടൈൻ ചെയ്തോണ്ടിരിക്കും, അതിൽ നിന്നും മാറില്ല അവര് മിക്സ്ചർ ആക്കിയാൽ. ഓക്കെ, യെസ്. ദെൻ നമുക്ക് വിളിച്ചാലോ സാർ? ഡൗട്ടാണ് കേൾപ്പിക്കാനാണോ? ആ, കേൾപ്പിക്കാനാണെങ്കിൽ നമുക്ക് വേറെ ആൾ വിളിക്കാം. ഓക്കെ പ്രണവ് പറഞ്ഞോടാ, കണ്ണടച്ചിട്ട് പറഞ്ഞോ. Two or more substances mixed. These substances retain their properties. Okay, two or more substances mixed. This is called mixtures. Yes, mixtures-ന്റെ components എന്ന് പറഞ്ഞാൽ എന്താ? Components എന്ന് പറഞ്ഞാൽ എന്താ? Components are individual parts of the mixture. Yes, അടിപൊളി, സൂപ്പർ ഡാ. ഓക്കെ, വെൽ ട്രൈ. ഇനി അടുത്തത് ആര് പറയും? ഇനി അടുത്തത് ആര് വിളിക്കും സാർ? തനിത്ര കുറച്ച് പേരായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ പറയും. എന്നാ കണ്ണടച്ചോ. വാട്ട് ഈസ് എ മിക്സ്ചർ? Two or more substances that are mixed where each substance retains its properties, it is called mixture. Yes, അടിപൊളി. And what about components? The individual substance that makes up a mixture are called its components. അടിപൊളി അടിപൊളി അടിപൊളിയടാ. ഓക്കെ, ഇനി യെസ്. പിന്നെ ഞാൻ അന്ന് പാട്ട് പഠിക്കും. ഫസ്റ്റ്. ഫസ്റ്റ്. ഓക്കെ, അടിപൊളിയടാ, കൺഗ്രാറ്റ്സ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ക്ലാപ്പ് ചെയ്ത് കൊടുത്തു, നമ്മുടെ ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരാൾക്ക്. യെസ്, ഓക്കെ. ഇനി നമുക്ക് ആരോട് പറയും, ആരെ കൊണ്ട് പറയിപ്പിക്കും എന്നൊക്കെ? പ്രഭ പറഞ്ഞോടാ, കണ്ണടച്ചിട്ട് പറയടാ. യെസ്, കോമ്പണൻസും കൂടെ പറഞ്ഞു. അടിപൊളി അടിപൊളി അടിപൊളി. ഇനി ഒരു നമുക്ക് റൈസ് ഹാൻഡ് ഇടാത്ത ഒരാളെയും കൂടെ പിടിച്ചിട്ട് നമുക്കടുത്ത് പോവാം. ഋഷിക പഠിച്ചോണ്ടിരിക്കുക. എന്നാലും കണ്ണടച്ചിട്ട് കോമ്പണൻസ് പറഞ്ഞാൽ മതി. കണ്ണടച്ചിട്ട് The individual substances that makes up a mixture is called a component. എന്താ മിക്സ്ചർ അപ്പൊ? When two or more substances are mixed, each substance retains its properties, it is called mixture. അടിപൊളി അടിപൊളി അടിപൊളിടാ, സൂപ്പർ. ഓക്കെ, അപ്പൊ മിക്സ്ചർ എന്താന്ന് കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ, അതിന് വേണം നമുക്ക് അടുത്തത് ബിൽഡ് ചെയ്ത് പോകാൻ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് നോർമൽ ഇപ്പൊ നമ്മൾ കാണുന്ന സോളിഡ് ആയിട്ടുള്ള അല്ലെ, ഇതൊക്കെ കുറെയൊക്കെ സോളിഡ് ആയിട്ട് ആണ് കൂടുതൽ മിസ് കാണിച്ചത്. ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ഇത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ നമ്മുടെ ഗ്ലാസും അതേപോലെ തന്നെ നമ്മുടെ ഷുഗറും എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഷുഗർ ആൻഡ് ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് വാട്ടർ എടുത്തു. ആൻഡ് എന്ത് സംഭവിക്കുകയാണ്, നമ്മൾ ചെയ്ത് നോക്കിയ കാര്യമാണല്ലേ. ഇനിയും എക്സ്പെരിമെന്റ് ആവശ്യമില്ലല്ലോ, എല്ലാ ക്ലാസ്സിലും വന്ന് ഈ എക്സ്പെരിമെന്റ് സെയിം എക്സ്പെരിമെന്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ, എന്താ റിസൾട്ട് എന്താവാ? ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആര് വിളിക്കും സാർ? ഹന്ന, വാട്ട് യു തിങ്ക്? നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തതാണിത്. ക്ലിയർ അല്ലല്ലോടാ. കട്ടായി പോകുന്നു, നെറ്റ് ഇഷ്യൂ ആയിരിക്കോ? ഓക്കെ, റിഗ്വേഡ്, വാട്ട് യു തിങ്ക്? എന്തായിരിക്കും റിസൾട്ട്? Sugar will dissolve in the water. യെസ്, ഡിസോൾവ് ചെയ്യും. എന്തായിരിക്കും ടേസ്റ്റ്? സ്വീറ്റ് ആയിരിക്കും അല്ലെ? സ്വീറ്റ് ആയിരിക്കും ഷുഗർ. അപ്പൊ വാട്ടറിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് സ്വീറ്റ്നെസ് കാണിക്കും. ഓക്കെ, അടിപൊളി. ഇതിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതൊരു മിക്സ്ചർ ആയിരിക്കും. അപ്പൊ ഈ ഷുഗർ ആഡ് ചെയ്ത ഷുഗർ സൊല്യൂഷൻ ഒരു മിക്സ്ചർ ആയിരിക്കുമോ അല്ലയോ? യെസ് ഓർ നോ? യെസ്, കുറെ പേര് പറയുന്നുണ്ട്. എല്ലാവരും കാണിക്കണം, മിസ്സിന് ഇവിടെ കാണണം. യെസ്, മിക്സ്ചർ ആണ്.
മിക്സ്ചർ അല്ല, മിക്സ്ചർ ആണെന്നാണ് കുറേ മിക്സ്ചർ അല്ല എന്ന് പറയുന്നവരും ഉണ്ട്. ഓക്കെ, 2 കാറ്റഗറി ഓഫ് പീപ്പിൾസ് ഉണ്ട്. സോ നമുക്ക് മിക്സ്ചർ അല്ലാത്തവരെ പിടിച്ചാലോ ആദ്യം. യെസ്, നേത്ര എന്താണ് കോൺഫിഡൻ്റ്ലി പറയുന്നത്? മിക്സ്ചർ ഒന്നുമല്ല പിന്നെ. അത് മിക്സ്ഡ് ഒരേ കോമ്പോണന്റ് കിട്ടുന്നത്, വേറെ ഒരു കോമ്പോണന്റ് അതിനകത്തില്ല. വേറെ ഓക്കെ, എന്നാണെന്ന് പറഞ്ഞവരോട് ചോദിക്കട്ടെ, അവരും കൂടെ ഒന്ന് പറയട്ടെ, നമുക്ക് ഡിബേറ്റ് വെക്കാം. ഓക്കെ, യെസ് പറഞ്ഞവരൊന്നും കൂടെ കാണിച്ചേടാ. യെസ്, ഓക്കെ. എന്താണ് പ്രാർത്ഥന? ഇല്ല ഇല്ല. സ്റ്റീവ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ പൊളിച്ചു തരും നിങ്ങളുടെ എല്ലാനും. പോരട്ടെ. മിക്സറാണ്, അത് തന്നെ അടിപൊളിയാണ് കേട്ടോ. ഒന്ന് ആലോചിക്കാൻ മക്കളെ, വേറെ ഒന്നുമല്ല, ഇത് രണ്ടും 2 കമ്പോണൻസ് ആണ്. ഓക്കെ, നമ്മളെപ്പോഴും ഇങ്ങനെ കാണാൻ പറ്റും, ലൈക്ക് ഇതെനിക്ക് എടുത്ത് കാണണം, കോമ്പോണൻസിന്റെ രണ്ടും ഡിഫറെന്റ് ആയിട്ട് മീൻസ് ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്ത് കാണണം എന്ന് വിചാരിക്കരുത്. അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. കെമിക്കലി ദിസ് ഇസ് എ മിക്സ്ചർ, അതായത് മിക്സ് ചെയ്യല്ലേ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കോമൺ സെൻസ് ആലോചിച്ചാലും മതിയില്ലേ. അതായത് മിസ് ഡിഫൈൻ ചെയ്ത് പറഞ്ഞുതരാം എങ്ങനെയാണത് വരുന്നത് എന്നുള്ള കാര്യം. അതായത് സം മിക്സ്ചേഴ്സ് ഹാവ് കോമ്പോണൻസ് ദാറ്റ് കനോട്ട് ബി സീൻ സെപ്പറേറ്റ്ലി ഈവൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മൈക്രോസ്കോപ്പ്. അതായത് നമ്മൾ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഈ ഷുഗറിനെ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റണമെന്നില്ല അല്ലേ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യമല്ലേ, അത്രയും ടൈനി ആയിട്ട് ആ ഇന്റർ പാർട്ടിക്കൽ സ്പേസിലൊക്കെ പോയി ഇരിക്കുകയാണ് അവർ അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചത് കഴിഞ്ഞ ചാപ്റ്ററിൽ. സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, അവരെ കാണാൻ പറ്റില്ല. അപ്പോൾ അന്ന് വെച്ചത് മിക്സ്ചർ ആവണം എന്നില്ല, മീൻസ് മിക്സ്ചർ അല്ലാതിരിക്കില്ല. ലൈക്ക് എന്താ, ഫോർ എക്സാമ്പിൾ ഷുഗർ ആൻഡ് വാട്ടർ പാർട്ടിക്കിൾസ് കനോട്ട് ബി സീൻ സെപ്പറേറ്റ്ലി ഇൻ ദെയർ മിക്സ്ചർ. ആ മിക്സ്ചറിൽ നമുക്ക് ഷുഗർ പാർട്ടിക്കിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. വാട്ടറിൽ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കാണാൻ പറ്റില്ല. Such types of mixtures where the components are evenly distributed and cannot be distinguished is known as യൂണിഫോം ഇൻ നേച്ചർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യൂണിഫോം നേച്ചർ. യൂണിഫോം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലേ, ഒരേപോലെ ഇരിക്കുക അല്ലേ, ഒരേ ക്യാരക്ടർ കാണിക്കുക. അതായത് ഇപ്പം ഞാൻ ഷുഗർ സൊല്യൂഷൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ നോൺ യൂണിഫോം ആണ് അല്ലേ. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച മിക്സ്ചർ എടുക്കുകയാണെങ്കിൽ ഒരു പാർട്ടിയിൽ ഞാൻ ചോദിച്ചില്ലേ, ഒരു ഐസ്ക്രീമിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന് ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഐസ്ക്രീം കിട്ടി. മറ്റൊരു ഭാഗത്ത് നിന്ന് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ഫ്രൂട്ട്സ് ആയിരിക്കും ചിലപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുക. സോ ഇതെന്തായിരിക്കും, നോൺ യൂണിഫോമാണ്, ഒരേപോലെ അല്ല അവിടെ അവരെ പ്രസന്റ് ആയിരിക്കുന്ന കോമ്പണൻസ് ഒക്കെ. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, ഞാൻ ഒരു ടീസ്പൂൺ യൂസ് ചെയ്തിട്ട് ഈ സൈഡിൽ നിന്ന് എടുത്താലും സ്വീറ്റ്നെസ് ആയിരിക്കും, ഉള്ളിൽ നിന്ന് എടുത്താലും സ്വീറ്റ്നെസ് ആയിരിക്കും, വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ലല്ലോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതിനെന്ത് പറയാം, ദാറ്റ് ഈസ് യൂണിഫോം ഇൻ നേച്ചർ. കാര്യം ക്ലിയർ ആയോ? അപ്പൊ 2 ടൈപ്പ് ഉണ്ട് മിക്സ്ചർ, യൂണിഫോം ഉണ്ട്, നോൺ യൂണിഫോം ഉണ്ട്. ഐഡിയ ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, അതിന്റെ 2ന്റെ എക്സാമ്പിൾസ് നമ്മൾ ചെയ്യും, കുറച്ചധികം എക്സാമ്പിൾസ് ചെയ്ത് നോക്കും ലാസ്റ്റ് ഈ ഒരു മിക്സ്ചറിന്റെ എൻഡിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത്തിരിയുടെ ക്ലിയർ ആവും ഏതൊക്കെയാണ് മിക്സ്ചർ, ഏതൊക്കെയാണ് യൂണിഫോം, ഏതൊക്കെയാണ് നോൺ യൂണിഫോം എന്നൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതായിരിക്കും ബെറ്റർ. അല്ലാതെ മിസ് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാലും കുറേ എക്സാമ്പിൾസ് ഇങ്ങനെ കൊണ്ട് കാണിച്ചിരുന്നാലും ബെറ്റർ ആയിരിക്കും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ. ഓക്കെ, അടിപൊളി. ഓക്കെ, ഇത് ഈ ഐഡിയ ക്ലിയർ ആയോ കുഞ്ഞുങ്ങളെ? മിക്സ്ചർ എന്താന്ന് കിട്ടിയോ? ഓക്കെ, മിക്സ്ചറിൽ എന്താ പറഞ്ഞത്? ഒരാൾ പറഞ്ഞു മിസ്സിന്റെ അടുത്ത്, എന്താ മനസ്സിലായെന്നൊന്ന് പറഞ്ഞേ. ആര് പറയും? യെസ്, ഒരാളെ വിളിച്ചാലോ, ആര് പറഞ്ഞു തരും? ഇപ്പൊ എന്താ മിസ് പറഞ്ഞു? വേദ്. യെസ് യെസ്, ദാ പറ, എന്താ ഐഡിയ ക്ലിയർ ആയത്? മിക്സ്ചർ എന്ന് പറഞ്ഞാൽ അതെ, 2 അതിൽ കൂടുതലും ആവാം. ഓക്കെ, ഒരുമിച്ച് വരുമ്പോ മിക്സ്ചർ ആവും. അത് 2 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാ പറഞ്ഞേ? കോമ്പൗണ്ടിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. യൂണിഫോമും ഓക്കെ, അടിപൊളി. ഹോമോജീനിയസും ഹെറ്ററോജീനിയസ്, അത് വേറെ ഒന്നുമല്ല, യൂണിഫോമിന് എന്ന് പറയുന്നതിന്റെ വേറെ പേരാണ് ഹോമോജീനിയസ് എന്ന് പറയുന്നത്. നമുക്ക് യൂണിഫോം നമ്മുടെ ടെക്സ്റ്റിലുള്ളത് കൊണ്ട് അത് പഠിച്ചാൽ മതി. ഓക്കെ, അറിഞ്ഞിരുന്നാൽ ബെറ്റർ. ഓക്കെ, അപ്പൊ യൂണിഫോം ആണെന്ന് പറഞ്ഞാൽ എന്ത് പറയാം, ദാറ്റ് ഈസ് ഓക്കെ ഒരേപോലെ ഉള്ളത്. ആൻഡ് നോൺ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഓക്കെ, എക്സാമ്പിൾ ഒക്കെ നമുക്ക് നോക്കാം. ഇത് കിട്ടിയില്ലേ എല്ലാവർക്കും? ഈ ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, അടിപൊളിയാടാ, സൂപ്പർ. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? അടുത്ത ഒരു ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഓക്കെ, ആക്ടിവിറ്റി 8.1ലേക്ക് പോവാം. ഇത് വേറെ ഒന്നുമല്ല നമ്മൾ എടുക്കുന്നത്, ഒരു ചെറിയ പെട്രി ഡിഷ് എന്നാണ് കേട്ടോ ആ ഡിഷിൻ്റെ പേര്, പെട്രി ഡിഷ്. ഓക്കെ, കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അത് തന്നെ. ആ ഡിഷിൽ നമ്മൾ എന്താ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈം വാട്ടർ ആണ് കേട്ടോ. ലൈം ജ്യൂസ് അല്ല, ലൈം വാട്ടർ വേറെ. കേട്ടിട്ടുണ്ടാവില്ല, ചുണ്ണാമ്പ് എന്നൊക്കെ മലയാളത്തിൽ പറയും. കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒരു വൈറ്റ് കളറിൽ. അത് തന്നെ, സൂപ്പർ. അപ്പോൾ ഈ ലൈം വാട്ടർ ഞാൻ ആഡ് ചെയ്ത് വെച്ചു. ഓക്കെ, കുറച്ച് വാട്ടർ എടുത്തിട്ട് കുറച്ച് ലൈം മിക്സ് ചെയ്യാന്നൊന്നും ഉദ്ദേശിക്കുന്നത്. ചുണ്ണാമ്പ് കുറച്ചെടുത്ത് വെള്ളമാക്കി വെക്കും. ദാറ്റ് ഇസ് ലൈം വാട്ടർ. ഓക്കെ, ലൈം വാട്ടർ കിട്ടിയല്ലോ. കേട്ടിട്ടുണ്ടാവുമല്ലോ ലൈം വാട്ടർന്ന്. മാറിപ്പോരുത്, മറ്റേ ലൈം ജ്യൂസ് അല്ല കേട്ടോ, ലൈം വാട്ടർ. അത് മാറിപ്പോരുത്, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് കുറച്ച് നേരം നമ്മുടെ പുറത്ത് കൊണ്ടുവച്ചു. ഓക്കെ, ഔട്ട് സൈഡ് കൊണ്ടുവച്ചു. ആൻഡ് വാട്ട് ഹാപ്പൻ, എന്ത് സംഭവിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനി ഗെസ്സസ്? എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമോ ഈ കളറിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ? ഓക്കെ, ആര് പറയും? വിനായകൻ എന്ത് തോന്നുന്നു? എനിക്കൊന്നും തോന്നുന്നില്ല, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ പുറത്തുകൊണ്ട് വെച്ചാൽ എന്താ, ആവിയെ പോവും. എങ്ങനെയാണോടാ? അങ്ങനെയൊന്നല്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ആർക്ക് ഡൗട്ട് ഉണ്ടോ? ഇനി ആർക്കെങ്കിലും എനി ഗസ്സസ്? ക്ലാസ്സിൽ എടുത്തു തോന്നുന്നു ഇവരുടെ രണ്ടുപേരും. ആ ഒരു എനർജി അവിടെ കാണുന്നുണ്ട്. എന്നാൽ ഞാനത് പറയിപ്പിക്കില്ല. ഓക്കെ, രണ്ടുപേരും ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, കാരണം അവരെ ക്ലാസ്സിലെടുത്തു, അതുകൊണ്ട് തന്നെ. ഓക്കെ, നോക്കി ഇത് കണ്ടിട്ട് പറഞ്ഞു എന്ത് സംഭവിച്ചു. കുറച്ചു നേരം ഞാനത് പുറത്ത് കൊണ്ടുവച്ചപ്പോൾ ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ഉണ്ടായി. ഇതെന്ത് കളറാ? ആര് പറയും? ദേവിക. യെസ്, വൈറ്റ് കളർ അല്ലേ? ഒരു മിൽക്കി കളർ എന്ന് പറയാം കേട്ടോടാ ഇതിനെ. പാലിന്റെ കളർ എന്ന് പറയില്ലേ, അത് തന്നെ, മിൽക്കി. ഓക്കെ, ലൈം വാട്ടർ. ഇപ്പൊ വാട്ടറിന്റെ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്ന ലൈം വാട്ടർ ആക്ച്വലി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ഈ പെട്രി ഡിഷിൽ തന്നെയുള്ള ലൈം വാട്ടർ ടേൺസ് മിൽക്കി. ഓക്കെ, ലൈം വാട്ടർ ടേൺസ് മിൽക്കി. ഈ ആക്ടിവിറ്റി ക്ലിയർ ആയോ? ഒരു പെട്രി ഡിഷ് എടുത്തു, ലൈം വാട്ടർ എടുത്തു, ആൻഡ് കുറച്ചു നേരം പുറത്തു കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ആ തിരിച്ചെന്ത് സംഭവിച്ചു? ലൈം വാട്ടർ മിൽക്കി ആയി. ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് എന്തുകൊണ്ടായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? പുറത്തു കൊണ്ട് വെക്കുമ്പോൾ എന്ത് പറ്റിയിട്ടുണ്ടാവാം? ആര് പറയും? രണ്ടൊരു തോറ്റെന്നാ അവരെ ഒരാളെ വിളിക്കാം, പാവങ്ങള്. ഓക്കെ, പറഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ കൂടെ മിക്സ് ആവുമ്പോൾ ഒരു വൈറ്റ് കളർ സബ്സ്റ്റൻസ് ആവും. അടിപൊളി, അതാണ് ക്ലാസ്സിൽ എടുത്തല്ലേ. അല്ലാണ്ട് ഇത്ര ഡീറ്റെയിൽ വരില്ല എന്ന് എനിക്കറിയാം. ഓക്കെ മക്കളെ, വേറെ ഒന്നുമല്ല സംഭവിച്ചത്. പുറത്ത് ആരുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുണ്ട്. ഓക്കെ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നതാണ് ഈ ലൈം വാട്ടറിനായിട്ട് റിയാക്ട് ചെയ്താൽ ശരിക്കും മിൽക്കി കളർ ഉണ്ടാവും. ഓക്കെ, മിൽക്കി കളർ ഉണ്ടാവുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, റിയാക്ഷൻ നടക്കുമ്പോൾ മിൽക്കി കളറുള്ള ഒരു സബ്സ്റ്റൻസ്, വൈറ്റ് കളറുള്ള സബ്സ്റ്റൻസ് ഉണ്ടാവും. അതെന്താണെന്ന് മിസ് പറഞ്ഞുതരാം. സോ അതിന്റെ റീസൺ ആണ് പറയുന്നത്. ഔട്ട് സൈഡിൽ എയറിൽ ആരുണ്ട്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്നാണ് ഈ ഒരു ആക്ടിവിറ്റി പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഒബ്സർവേഷൻ എന്താ കിട്ടിയത്? ലൈം വാട്ടർ ടേൺസ് മിൽക്കി അല്ലെ? ലൈം വാട്ടർ മിൽക്കി കളറായി. വെൻ കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫോംസ് കാൽഷ്യം കാർബണേറ്റ്. നോക്കാം നമുക്ക്. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുള്ള നമ്മുടെ എയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, പുറത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് വന്നു? നമ്മൾ എടുത്തു വെച്ച ലൈം വാട്ടറിന് കെമിക്കലി നമ്മൾ പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ് കേട്ടോ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ഒരു വൈറ്റ് കളർ സബ്സ്റ്റൻസ് ഉണ്ടാകും. അതാണ് റീസൺ. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്, എയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും കൂടി റിയാക്ട് ചെയ്തിട്ട് വൈറ്റ് കളറിലുള്ള ഇതിനാണ് ആക്ച്വലി ആ പറഞ്ഞ മിൽക്കി വൈറ്റ് കളർ ആയിരിക്കും. അതുകൊണ്ടാണ് വൈറ്റ് കളറുള്ള കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നു. കിട്ടിയോ? കാര്യം കിട്ടിയോ? യെസ്. അപ്പൊ ഇതൊന്ന് പെട്ടെന്ന് പഠിച്ചു നോക്കിയേ. ഇതാദ്യം തന്നെ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഈ ഒരു റിയാക്ഷൻ മിസ് കാട്ടിത്തരാം, അതായിരിക്കും ഇതിനോട് എളുപ്പം നിങ്ങൾക്ക്. ഓക്കെ, കാൽഷ്യം hydroxide plus carbon dioxide gives calcium carbonate plus water ഉണ്ട് കേട്ടോ, പ്ലസ് വാട്ടർ. ഓക്കെ, ഇത് ഈ ഒരു സ്റ്റെപ്പ് എൻ്റെ മക്കൾ പെട്ടെന്ന് പഠിച്ചേ. ഈ ഒരു സ്റ്റെപ്പ്, അതായത് ഇപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരാമെന്ന് മിസ് പറഞ്ഞുതരാം, ഈ ആക്ടിവിറ്റി എങ്ങനെയാ വരാമെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് റിയാക്ഷൻ അറിഞ്ഞു വെക്കണം, റിയാക്ഷൻ നടക്കണം. യെസ്,
എന്തൊക്കെയാണ്? ലൈം വാട്ടർ മിൽക്കിയായി പുറത്ത് കൊണ്ടുവച്ചപ്പോൾ അതിനൊരു റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ പെട്ടെന്ന് നോട്ട് എടുത്തേ, അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് നോട്ട് തന്നെ എടുത്ത് എഴുതിയാൽ മതി, അതായിരിക്കും ബെറ്റർ. എല്ലാവരും എഴുതി നോക്കണം. കാരണം എഴുതി നോക്കിയാലേ റിയാക്ഷൻസ് എപ്പോഴും പഠിക്കുമ്പോൾ എഴുതി തന്നെ അറിഞ്ഞിരിക്കണം, അല്ലാതെ വെറുതെ ഇരുന്ന് പഠിച്ചാൽ നമുക്കത് കിട്ടില്ല, എല്ലാം മാറിപ്പോവും. സോ ഒരു ബ്ലാങ്ക് പേജ് എടുത്തേ മക്കളെ, ബ്ലാങ്ക് പേജ് എടുത്തോളൂ. ആൻഡ് ബ്ലാങ്ക് പേജ് എടുത്തിട്ട് ഇതിൽ നോക്കാതെ എഴുതിക്കോട്ടോ, ബ്ലാങ്ക് പേജ് എടുത്തിട്ട് നോക്കാതെ എഴുതിക്കോളൂ. ഓക്കെ, ഡൗട്ട് ഉണ്ടെന്ന്, ഡൗട്ടുള്ളവരെ വിളിക്കാം നമുക്ക്. ഓക്കെ, യെസ് സ്റ്റീവ്. നമ്മൾ ലൈം വാട്ടർ സൺലൈറ്റിന്റെ അവിടെ വെക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ആയി വയ്ക്കാറെന്നല്ലേ പറയണേ? യെസ് യെസ്. സൺലൈറ്റിൽ എന്തിനാ വെക്കണേ? സൺലൈറ്റിലല്ല, പുറത്ത്. നീ പറഞ്ഞ പോലെ അകത്ത് വെച്ചാലും ആവുമല്ലോ ഒന്ന്, അല്ലേ? അകത്ത് വെച്ചാലും ആകും. ടൈമിൽ ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എവിടെയാണോ കൂടുതൽ അവിടെ വെച്ചാൽ ഇത്തിരി കൂടെ പെട്ടെന്ന് റിയാക്ഷൻ നടക്കും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ഓക്കെ, യെസ്. അപ്പോൾ എഴുതിയോ മക്കളെ? എല്ലാവരും എഴുതിയിട്ട് സ്ക്രീനിൽ കാണിക്കണം. എല്ലാവരും എഴുതിയിട്ട് സ്ക്രീനിൽ കാണിക്കുക. യെസ്, ചെക്ക് ചെയ്ത് നോക്കിയാലോ എഴുതിയത്? എല്ലാവരും എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണം കേട്ടോ, ആരും ഇതിൽ സ്കിപ്പായി പോകാൻ പാടില്ല. ഓക്കെ, എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾ ശരിയാക്കും, അവരെ എഴുന്നേപ്പിച്ച് നിർത്തും. ഓക്കെ, എല്ലാവരും കാണിച്ചിട്ടുണ്ട് അത്യാവശ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ചെക്ക് ചെയ്യാം നമുക്ക്. ഇതാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗിവ്സ് കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ. ഇങ്ങനെയാണോ എഴുതിയത്? എഴുതിയിട്ടുണ്ടെങ്കിൽ ടിക്ക് ഇട്ടോ, 1 മാർക്ക്. ഓക്കെ, തെറ്റിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ഇട്ടേ. എവിടെയാണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് എഴുതിപ്പിച്ച് നോക്കിയത്. ഞാനിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ 1-2 പേര് പറയും. ഓക്കെ, തെറ്റിപ്പോയൊരു സത്യസന്ധമായിട്ട് പറയുക, ഓണസ്റ്റ്ലി പറഞ്ഞേക്ക് കാര്യം. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ മിസ് തിരുത്തി തരും, അതിനാണ്. ഓക്കെ, യെസ്. ആരെയും തെറ്റിയില്ല, എല്ലാവരും ശരിയായോ? തെറ്റിപ്പോയിട്ടുണ്ട്. തനുത്ര തെറ്റിപ്പോയോ? ഓക്കെ, എന്ത് പറ്റിയടാ? ഫസ്റ്റത്തെ 2 എഴുതി. ഞാൻ നിന്റെ അടുത്ത് സ്റ്റാർ ഇട്ടിട്ടല്ലേ പറഞ്ഞത് ഇത് പഠിക്കുന്നു. ഓക്കെ ഓക്കെ, അത് പഠിച്ചോട്ടാ, ചോദിക്കും ഞാൻ എന്നിട്ടോളാം. ഓക്കെ, ഇനി ആർക്കാ തെറ്റിപ്പോയത്? സ്റ്റീവിന് തെറ്റിയതാണോ? എഴുതിയില്ലായിരിക്കും, അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞായിരിക്കും. എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിരുന്നു. ഓക്കെ, എല്ലാവരെയും ശരിയായി, ബാക്കി എല്ലാവരെയും ശരിയായി. അപ്പൊ എല്ലാവർക്കും 1 മാർക്ക്. ഏ സൂപ്പർ, ഫുൾ മാർക്സ്. ഇനി ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും ഈ ഒരു പോർഷനിൽ? ഡൗട്ട്സ് ലാസ്റ്റ് പോയിന്റ് മിസ് പറഞ്ഞുതരാം കേട്ടോ. ലാസ്റ്റ് പോയിന്റ് ഇപ്പൊ പറഞ്ഞു തന്നിട്ടില്ല. എനി ഡൗട്ട്സ്? ഓക്കെ, നീ എത്ര ഡൗട്ട് ഉണ്ട്? ലാസ്റ്റ് പോയിന്റ് വെച്ച് ബാക്കി പറഞ്ഞോ. ആ ഫോർമുല എങ്ങനെയാണെന്നോ? ഓക്കെ, പറഞ്ഞുതരാം. നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈം വാട്ടർ. ഓക്കെ, ലൈം വാട്ടർ എന്നാണ് അതിൻ്റെ മീനിങ്. ലൈം വാട്ടർ കെമിക്കലി എന്താ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ആൻഡ് എയറിൽ ആരുണ്ട്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. CO2 എന്ന് എഴുതിയാൽ മനസ്സിലാവില്ലേടാ? അത്രയും നീട്ടി എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ച് എഴുതിയതാട്ടോ. ഓക്കെ, CO2 എവിടെയുണ്ട്? നമ്മുടെ എയറിൽ ഉണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് ആരെയാണ് കിട്ടിയെന്നാണ് മിസ് പറഞ്ഞത്? കാൽഷ്യം കാർബണേറ്റ് ആണ് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടിയത്. കാൽഷ്യം കാർബണേറ്റും ആൻഡ് കുറച്ച് വാട്ടറും കിട്ടി കേട്ടോ. ഓക്കെ, ദിസ് ഈസ് ദ സ്റ്റെപ്പ്. അത്രേ ഉള്ളൂ റിയാക്ഷൻ സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ലൈം വാട്ടർ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് എയറിലുള്ളത്. റിയാക്ട് ചെയ്യുമ്പോൾ ഇതിനാണ് മിൽക്കി കളർ വരിക. ഇങ്ങനെയാണ് ശരിക്കും റിയാക്ഷൻ പറയുന്നത്. ഓക്കെ, ഈ ഒരു വൈറ്റ് കളർ സബ്സ്റ്റൻസ് ആണ് ആക്ച്വലി ഈ പറഞ്ഞ കാൽഷ്യം കാർബണേറ്റ്. ഈ ഐഡിയ കിട്ടിയില്ല എല്ലാവർക്കും? കിട്ടിയില്ലേ? ഓക്കെ, റിയാക്ഷനും സീനില്ല നമുക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺക്ലൂഷൻ നോക്കാം. കൺക്ലൂഷൻ തന്നെയാണ് നേരത്തെ സ്ലൈഡിൽ കണ്ടത്. അപ്പോൾ ഇത്തിരിയുടെ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, സിൻസ് ദ ലൈം വാട്ടർ ടേൺസ് മിൽക്കി വെൻ എക്സ്പോസ്ഡ് ടു എയർ, ദിസ് ആക്ടിവിറ്റി ഡെമോൺസ്ട്രേറ്റ് ദ പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ എയർ. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളോട് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആക്ടിവിറ്റി വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് കാണിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് എയറിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. ഈ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യേണ്ടി വരും, എഴുതേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പോൾ എക്സ്പെരിമെന്റ് നമുക്ക് മനസ്സിലായി,
എന്താ എക്സ്പെരിമെന്റ് മിസ് പറഞ്ഞത്? ഒരു പെട്രി ഡിഷിൽ എടുത്തിട്ട് ലൈം വാട്ടർ ചെയ്തിട്ടുണ്ട്, ലൈമും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കുറച്ചു നേരം കഴിയുമ്പോൾ അതിന് വൈറ്റ് കളർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ്, ഒരു മിൽക്കി കളർ ഫോം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ആൻഡ് അതിന്റെ ഒബ്സർവേഷനിൽ മിസ് എന്താ പറഞ്ഞത്? അതിന്റെ റിയാക്ഷൻ സ്റ്റെപ്പ് പറഞ്ഞു തന്നു. കാരണം അവിടെ ഒരു കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. ആൻഡ് കൺക്ലൂഷനിൽ എന്താ പറഞ്ഞത്? അതിന്റെ റീസൺ എയറിൽ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതർ വേറെ എന്തുണ്ടായാലും ആ റിയാക്ഷൻ അവിടെ നടക്കില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുകയുള്ളൂ. സോ ദാറ്റ് നമുക്ക് എന്ത് പറയാം? എയറിൽ എന്തുണ്ട്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എയർ മിക്സ്ചർ ആണോ അല്ലയോ എന്നാണ് മിസ്സിന്റെ ക്വസ്റ്റ്യൻ. യെസ്, എയർ മിക്സ്ചർ ആണോ? അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ എയറിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മുടെ നേരത്തെ തിയറി അനുസരിച്ചിട്ടായിരുന്നെങ്കിൽ അയ്യോ മിക്സ്ചർ ഒന്നും അല്ല എന്ന് പറയും, നമുക്കത് കാണാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയല്ല. എയറിൽ ആരൊക്കെ ഉണ്ട്? ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, പിന്നെ എന്തൊക്കെ കുറേ കാര്യങ്ങൾ പഠിക്കാനല്ല, അവരൊക്കെ ഉണ്ടല്ലേ. ഒരുപാട് ഗ്യാസസ് ഉണ്ടല്ലേ. സോ നമുക്ക് എയറും എന്താണ്? മിക്സ്ചറാണ്. അപ്പൊ നമ്മൾ കണ്ണിൽ കാണുന്നു, വിസിബിൾ ആവുന്നത് മാത്രമല്ല മിക്സ്ചേഴ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ആക്ടിവിറ്റി പറയുന്നത്. കിട്ടിയോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ വാമപ്പ് എടുത്തിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ യെസ് എല്ലാവരും എഴുന്നേറ്റേടാ. എല്ലാവരും ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഡൗട്ട് ചോദിക്കാം. നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓക്കെ എല്ലാവരും എഴുന്നേൽക്കുക. ആൻഡ് വാമപ്പ് തുടങ്ങാം. നമുക്ക് വാമപ്പിൻ്റെ സെയിം സ്റ്റെപ്സ് ഒക്കെ തന്നെയാണല്ലോ കാണിക്കുന്നത്. ഓക്കെ, ഇന്നും കൂടെ മിസ് കാണിക്കാം. അടുത്ത ക്ലാസ് തൊട്ട് ഇവരെ കൊണ്ടിരിപ്പിക്കാം. ഓക്കെ, നന്നായിട്ട് കൈകൾ ഷേക്ക് ചെയ്യുക മക്കളെ. ജസ്റ്റ് കൈകൾ നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഓക്കെ, ഷേക്ക് ചെയ്യുക. 1 2 3 4 5 ആൻഡ് റിട്ടേൺ ആയിട്ട് 1 2 3 4 5. ഇനി 1 2 3 4 5. റിവേഴ്സ് 1 2 3 4 5. ഓക്കെ, പിന്നെ ഒരു 5 കൗണ്ട്സിൽ ജമ്പ് ചെയ്യാം. ഓക്കെ, മിസ് പറയാം. 1 2 3 4 5. ഓക്കെ, അടിപൊളിയാടാ. എല്ലാവരും ഇരുന്നോ. ഇനി എനർജി ബാക്ക് ചെയ്യണം. നമുക്ക് എല്ലാം സെറ്റായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞു കഴിഞ്ഞു. കുറേ മിക്സ്ചറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്സ്? യെസ്, വന്നിട്ടുണ്ട് ഡൗട്ട്സ്. കാർത്തിക് എന്താണ് ഇഷ്യൂ? മാഡം അതില്ലേ ഈ എന്നിട്ടാ മറ്റേ പഞ്ചസാര ഉപ്പും കൊറേ മിക്സ് ചെയ്യൂലേ വാട്ടറില്, അപ്പൊ കളർ ചേഞ്ച് ഉണ്ടാവൂലേ? ചെറിയൊരു ഗ്രീൻ കളർ പോലെ. അതും പിന്നെ നമ്മൾ ലെമൺ ഇത് പിഴിഞ്ഞു വെക്കുമ്പോ അങ്ങനെ ഉണ്ടാവൂലേ ലെമണിന്റെ കളർ? അതെന്താ? അപ്പൊ അതിന് വല്ല റിലേഷൻ ഉണ്ടോ? ഇല്ലടാ, ലെമണില് ആക്ച്വലി ലെമണിനും ചെറിയൊരു കളറില്ലേ, അതായിരിക്കുള്ളൂ. അല്ലാണ്ട് വേറെ എക്സ്ട്രാ പ്രോപ്പർട്ടീസിലൊന്നും മാറ്റം വരില്ല എന്നാ പറയുന്നത്. കളറിലൊന്നും വലിയ മാറ്റം. പിന്നെ മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്യുമ്പോഴും അതിന്റെ കളറാ വരിക. അല്ലാണ്ട് വേറെ ഇപ്പൊ മുളക് പൊടി മിക്സ് ചെയ്യുമ്പോൾ പച്ച കളർ വരില്ല, റെഡ് കളറേ വരുള്ളൂ അല്ലേ? അതാ ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ അടുത്തത് ആർക്കാ ഡൗട്ട്? അദ്വൈത്. ഓക്കെ, കൺക്ലൂഷന്റെ മുന്നത്തെ ഇതിന് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ് ഈ മറ്റേ അതിന്റെ നമ്മൾ ഇട്ട ലൈം വാട്ടർ അകത്തോടൊരു ഇതുപോലത്തെ ആണോ? ലൈമിനെയാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ അതിന്റെ സ്ഥലത്ത് ലൈം വാട്ടർ എന്ന് എഴുതാൻ കുഴപ്പമുണ്ടാവുമോ? ലൈം വാട്ടർ എന്ന് എഴുതണ്ടടാ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് തന്നെ എഴുതാം. കാരണം കെമിസ്ട്രി അല്ലേ, നമ്മൾ അത്യാവശ്യം ഇത്തിരി ആയിട്ടുണ്ട്. ലൈക്ക് നമ്മൾ 8th ആയില്ലേ, പണ്ട് നമ്മൾ ആ 7th അങ്ങനെ മതിയായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങണം. ശരിക്കും ഇതിന്റെ ഒക്കെ ചെറുതാക്കിയൊക്കെ വരും ഇനി. ലൈക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH എന്നൊക്കെ പറയും. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മാർബിൾ എന്നൊക്കെ പറയില്ലേ, മാർബിൾ അതിന്റെ പൊടി, അതൊക്കെ ആക്ച്വലി കാൽഷ്യം കാർബണേറ്റ്.
യെസ്, തനുത്ര. തനുത്ര. ഫസ്റ്റ് മിക്സറിന്റെ കാണിച്ചില്ലേ, ഉം, അതില് സെക്കൻഡ് സൈഡ്. ഓക്കെ, അതില് സെക്കൻഡ് സ്ലൈഡ്. ഞാൻ തപ്പട്ടെ കേട്ടോ, ഇങ്ങനെ തപ്പാം, അതായിരിക്കും നല്ലത്. ഏതാടാ ഇത്? ഓക്കെ, ഇത് യൂണിഫോം പറഞ്ഞു എനിക്ക്. അതായത് ഈ കമ്പോണൻസ് ഇപ്പൊ നമ്മൾ മിക്സ്ചറിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഷുഗർ ആൻഡ് സൊല്യൂഷൻ ഉണ്ടാക്കില്ല. ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ഇപ്പൊ ഒരു ചെറിയ ബീക്കറിൽ ഞാൻ എടുത്തിരിക്കുകയാണ്. ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ ആ ഷുഗർ സൊല്യൂഷൻ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിന് എന്താ സ്വീറ്റ് ടേസ്റ്റ് ആയിരിക്കും. ആൻഡ് വേറൊരു പോർഷനിൽ നിന്ന് എടുത്ത് നോക്കിയാലും സ്വീറ്റ് ടേസ്റ്റ് തന്നെ ആയിരിക്കും. അതായത് യൂണിഫോം ആയിട്ടാണ് കിടക്കുക. ഓക്കെ, ആ കമ്പോണൻസും അതേപോലെ തന്നെയായിരിക്കും മിക്സ് ചെയ്യുന്നത്. നേരെ തിരിച്ച് സാൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. സാൻഡ് അങ്ങനെയല്ല, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് ഇതിൽ പറഞ്ഞുതരാം. കുറച്ചുകൂടി എക്സാമ്പിൾസ് ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് ഇനി നമ്മൾ കൺക്ലൂഷൻ പറഞ്ഞു. ആൻഡ് ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ആക്ടിവിറ്റിയും കൂടെ പറഞ്ഞോട്ടെ. അടുത്ത ഒരു ആക്ടിവിറ്റി റെഡി. ആക്ടിവിറ്റി 8.2 ആണ് കേട്ടോ. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? എന്താണിത് എന്നൊക്കെ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് അറിയാലോ. ഓക്കെ, കണ്ടിട്ട് എന്താ തോന്നേ? മിസ് കൊണ്ടുവന്നത് കണ്ടിട്ടൊന്നും മനസ്സിലാവില്ലേ ദൈവമേ. ഓക്കെ, ആര് പറയും സർ? എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. ഉദിത്. യെസ്, ദാ ഇത് കണ്ടിട്ട് എന്താ തോന്നിയത് നിനക്ക്? ചാർട്ട് പേപ്പർ ആണല്ലേ. കളർ എന്താ? യെസ്, ബ്ലാക്ക് കളറിൽ ഒരു ചാർട്ട് പേപ്പർ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ കയ്യിൽ അതുണ്ടെന്ന് വിചാരിക്കാം. ഇഫ് ഞാൻ ഈ ചാർട്ട് പേപ്പറിനെ അത്യാവശ്യം ഫുൾ ക്ലീൻഡ് ആണ്, വേറെ ഒന്നും അതിലില്ല, ഫുള്ളി ക്ലീൻഡ്, ഫുൾ ബ്ലാക്ക് കളറാണ് കേട്ടോ. ആൻഡ് ഈ ചാർട്ട് പേപ്പറിനെ കുറച്ച് നേരം ഞാൻ എൻ്റെ വിൻഡോ സൈഡിൽ കൊണ്ട് തൂക്കിയിട്ട്, ഓക്കെ, വിൻഡോ സൈഡിൽ ക്ലിപ്പ് ചെയ്ത് വെക്കില്ലേ, അതേപോലെ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞു. കുറേ നേരം കഴിഞ്ഞു, ഒരു 1/2 hour 1 hour ഒക്കെ കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇതേപോലെ ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ ആണെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തെങ്കിലും ചേഞ്ച് ആര് പറയും? യെസ്, രാഹുൽ. യെസ്, ദാ പറയ. നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഈ ചാർട്ട് ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവച്ചാ? എന്താവും? ഹീറ്റ്. ഓക്കെ, നീ അങ്ങനെ ആലോചിച്ചു. പോട്ടെ, വേറെ എന്തെങ്കിലും ചേഞ്ച് തോന്നുന്നുണ്ടോ? കത്തിപ്പോന്നുമില്ല, ചെറിയ ഹീറ്റ് അല്ലേ, ഇത്തിരി ചൂടുണ്ടാവും. പോട്ടെ, ശരി. വേറെന്തെങ്കിലും? വേറെ ഒന്നും സംഭവിക്കില്ല, ക്ലീൻ തന്നെ ആയിട്ടായിരിക്കും എനിക്ക് കിട്ടുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതാണ് വേണ്ടത്. ഓക്കെ, കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഡസ്റ്റ് ഉണ്ടാവും അല്ലെ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് അങ്ങനെ തന്നെ പറയാം നമുക്ക് അല്ലെ. നമ്മൾ കുറെ ഇത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ രാത്രിയൊക്കെ ചിലർ ഇപ്പൊ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റില്ലേ? എന്തുണ്ട്? അതാണ് നമ്മുടെ പ്രൂഫ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, എയറിൽ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോവാ. ഇതേപോലെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ എന്തുണ്ടാകും, കുറച്ച് വൈറ്റ് കളറിലൊക്കെ അല്ലെ, അങ്ങനെയല്ലേ ഡസ്റ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? യെസ്, ഇതേപോലെ നമ്മൾ ഡസ്റ്റുകൾ കാണാൻ പറ്റും. ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക, ഒരു ബ്ലാക്ക് ചാർട്ട് മേടിക്കുക. നിങ്ങൾ രാവിലെ തന്നെ ഈ നമ്മുടെ വിൻഡോ സൈഡിൽ പോയി തൂക്കിയിടുക. പിറ്റേ ദിവസം എഴുന്നേറ്റ് നോക്കിക്കോളൂ, ഇതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ തന്നെ ക്ലീൻ ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ യെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ ചാർട്ടിന് എന്ത് സംഭവിച്ചു എന്നാണ് മിസ് പറഞ്ഞത്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എവിടെ ഉള്ളതാ? എവിടെ നിന്ന് വന്നതാ? യെസ്, എവിടെ നിന്ന് വന്നതാ? അത് തന്നെ കാണിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇത്? ഇവിടെ ഉള്ളതാണ്, എല്ലാവരും കാണിക്കുന്നത് ഇവിടെ ഉള്ളതാ. ഓക്കെ, അതെന്താന്ന് ആര് പറയും? ഡസ്റ്റ് എവിടെ നിന്ന് വന്നു? ശ്രീനന്ദ സ്റ്റെപ്പാണ്. ഓക്കെ, എവിടെ നിന്നാടാ വന്നത്? പുറത്ത്. എന്ത്? എവിടെ ഉള്ളതായി ഡസ്റ്റ്? എയറിലുള്ളത്. അത്രേ ഉള്ളൂ, സിമ്പിൾ. അതാണ് മിസ് കാണിച്ചോണ്ടിരുന്നത്, എയർ. എനിക്ക് കുറെ പേര് കാണിച്ചു തന്നാ കേട്ടോ, മിസ് ഇട്ടതല്ലേ സ്റ്റെപ്പ്. ഓക്കെ, എയറിലുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, കണ്ടോ, എയറിൽ ആരുണ്ട് എന്നാണ് പറഞ്ഞത്. ടോർച്ചൊക്കെ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട് ഇതേപോലെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവും, കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടുണ്ടോ? യെസ്, കുറേ പേരും കണ്ടിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ആര്? അപ്പം ടൈനി പാർട്ടിക്കിൾ സെറ്റിൽഡ് ഓൺ ദ സർഫസ്. എവിടെ? നമ്മുടെ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചാർട്ട് പേപ്പറിന്റെ നിങ്ങൾ ആക്ടിവിറ്റിയുടെ നമ്പറും കൂടെ എഴുതി വെച്ചേക്കും കേട്ടോ, ആക്ടിവിറ്റി നമ്പർ. ഓക്കെ, അപ്പൊ ടൈനി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സർഫസിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ, നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമായിരിക്കും. And this shows that dust particles are suspended in the air. അതായത് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എവിടെ ഉള്ളതാണ്? നിങ്ങൾ തന്നെ മിസ്സിന്റെ അടുത്ത് പറഞ്ഞു തന്നു, അത് എയറിലുള്ളതാണ് മിസ്സേ, അല്ലാണ്ട് വേറെ എവിടെ നിന്നും വന്നതല്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ ആർ നോട്ട് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് എയർ. ഇന്റഗ്രൽ പാർട്ട് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എയറിന്റെ പാർട്ട് അല്ല ആക്ച്വലി ഡസ്റ്റ്. എയർ എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ മൊത്തത്തിൽ എയർ ഉണ്ടാവുമ്പോൾ ഡസ്റ്റ് ഉണ്ടാവണം എന്നല്ല. ഓക്കെ, ശരിക്കും എന്താ ഡസ്റ്റ്? പൊല്യൂട്ടൻസ് ആണ് അല്ലേ? പൊല്യൂട്ടൻ്റ് ആയിട്ടല്ലേ നമ്മൾ കണക്കാക്കാറ് ഡസ്റ്റ്, അല്ലാണ്ട് ഡസ്റ്റ് എയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, എയറിനെ പൊല്യൂട്ട് ചെയ്യുന്ന ഒരാളാണ് ഡസ്റ്റ്, അങ്ങനെ വേണം കൺസിഡർ ചെയ്യാൻ. ഓക്കെ, ദ നേച്ചർ ആൻഡ് ദ നമ്പർ ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ എയർ മേ വേരി ഫ്രം ടൈം ടു ടൈം ആൻഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അല്ലേ, ഇപ്പോൾ ഈ ഡസ്റ്റ് എന്ന് പറയുന്നത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മൾ മറ്റേ പോർഷനിൽ നമ്മൾ പറഞ്ഞത് ആ മൂവ്മെന്റ് ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസും ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പം ഞാൻ ഇവിടെ പ്രസന്റ്ലി ഇപ്പം എനിക്ക് മുന്നിലുള്ള ഡസ്റ്റ് കുറച്ചു നേരം കഴിഞ്ഞൊരു 10 minutes കഴിഞ്ഞാൽ പോലും ആ ഡസ്റ്റ് ആയിരിക്കില്ല എന്നില്ല മുന്നിലുള്ളത്. ഓക്കെ, അതർ വൺസ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇക്കാര്യം ഓക്കെ ആണോ? ഒബ്സർവേഷൻസ് ഇത് ക്ലിയർ ആണോ? അപ്പൊ ഓക്കെ, ഇതിൽ ഡൗട്ട് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഡൗട്ട്സ് ഉള്ളവര് മാത്രം റൈസ് ഹാൻഡ് കേട്ടോ. നേത്രയ്ക്ക് ഉണ്ട് ഡൗട്ട്. യെസ്, ചോദിച്ചോടാ. ഡൗട്ടല്ല, ഈ നമ്മൾക്ക് ഈ പെട്ടെന്ന് വൈകിട്ടൊക്കെ ഈ സൂര്യന്റെ വെട്ടടിക്കില്ലേ, അപ്പൊ നമുക്ക് സൂര്യപ്രകാശം ഇങ്ങനെ വരുമ്പോ അവിടെയും കാണാൻ പറ്റും. ഡസ്റ്റിൽ വിടുന്നതാണ്. അതെ അതെ, നമ്മൾ ആക്ച്വലി ഈ പറഞ്ഞ നമ്മുടെ മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് പാർട്ടിക്കിൾസ് അങ്ങനെ വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, അതും ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി ആർക്കാ ഡൗട്ട്? യെസ്, ചോദിച്ചോടാ. അതായത് ഈ ഇപ്പൊ ഈ ഡസ്റ്റ് ഒക്കെ നമ്മുടെ ഈ എയറിലുള്ളതല്ലേ? എയറിലുള്ളതല്ല ശരിക്കും. എയർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മിസ് നേരത്തെ പറഞ്ഞ പോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, കൂടുതലും നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ് ആണ്. അതിനെ പൊല്യൂട്ട് ചെയ്യുന്ന പോലെ തന്നെ വരുന്നതാണ് ഈ ഡസ്റ്റ്. ഡസ്റ്റ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ? നമ്മൾ ശ്വസിക്കുന്നത് എയറല്ലേ? എയർ ആണ് നമ്മൾ ശ്വസിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ എന്താ സുഖം വരാത്തത്? അതെല്ലാവർക്കും അല്ല, ചിലർക്ക് അലർജി വരാറുണ്ടോ? ചില സ്ഥലങ്ങളിൽ ഭയങ്കര ഡസ്റ്റി ആയിട്ടുള്ള പ്ലേസുകളിൽ പോയാൽ തുടങ്ങുമല്ലോ എല്ലാവരും. അത് നമുക്ക് ബയോളജിയിൽ പറയണം, റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കൂലേ, ആ പവർ ഉണ്ട്. കുറേയൊക്കെ നമ്മൾ യൂസ്ഡ് ടു ആയി. ഇപ്പോൾ കുഞ്ഞു ബേബീസ്, സ്മോൾ ബേബീസിനൊക്കെ അവരെ ഇതേപോലെ പെട്ടെന്ന് എൻവയോൺമെൻറ്റുമായിട്ട് സെറ്റ് ചെയ്യില്ലല്ലോ. നമ്മൾ മേ ബി അഡാപ്റ്റഡ് ആയി, അതാണ് റീസൺ. യെസ്, എന്താടാ? നിന്നെ ഞാൻ ലാസ്റ്റ് വിളിക്കാന്ന് വിചാരിച്ചു, എന്നാലും പറഞ്ഞോ നീ. യെസ്, അത് ലൈം ജ്യൂസ്. നാരങ്ങ നീരിനെയും ആക്ച്വലി അങ്ങനെ തന്നെയല്ലേ പറയുന്നേ? അതിന് നമ്മൾ എന്തോ പറയുമല്ലോ, എന്താ നമ്മൾ പറയാറ്? ഫ്രഷ് ലൈം. അത് തന്നെ, നാരങ്ങ. ഞാൻ ഇതിനെ പറ്റി ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഓ, എന്തായാലും ഇങ്ങനെ ശരിക്കും ലെമൺ എന്നുള്ള കാറ്റഗറി അല്ലേ അത് വരുന്നത്? ലെമൺ. അതേന്ന് അറിഞ്ഞൂടാ, വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ആരോൺ. യെസ് ദാ പറഞ്ഞോ. ഓ, പോയി, നെറ്റ് ഇഷ്യൂ ആണെന്നോ? യെസ്, അപ്പോൾ ഏകദേശം ആയിട്ടില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ബ്രേക്ക് കൊടുത്തിട്ട് പിന്നെ തുടങ്ങിയാൽ പോരെടാ? യെസ് എന്നൊക്കെ സോറി, അപ്പോൾ ഞാൻ കണ്ടു. ഒക്കെ പോയിട്ട് വാ മക്കളെ, 10 minutes കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അയ്യോടാ, ടാസ്ക് ഉണ്ടോയെന്ന് ചോദിക്കുന്നു. സാറിൻ്റെ വല്ലതും ഉണ്ടെങ്കിൽ തരും. ഇല്ല, സാറിൻ്റെ ഒന്നുമില്ല. അടുത്തത് ക്ലാസ്സിൽ സാർ റെഡിയാക്കി വെക്കണം കേട്ടോ സാർ. സെറ്റ് എന്നാണ്. ഓക്കെ, വേറെ എന്താ ചെയ്യുക? ടാസ്ക് മിസ്സിൻ്റെ കളിക്കാൻ തുടങ്ങിയാൽ കളിച്ചുകൊണ്ടിരിക്കണം. വേറൊരു ദിവസം നിന്നിങ്ങനെ കളിക്കാം. ഓക്കെ,
മക്കളെ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു നിർത്തിയത്? മിക്സ്ചേഴ്സിന്റെ കാര്യങ്ങളാണല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? മിക്സ്ചറിന്റെ കാര്യങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നും വിട്ട് കളയരുത് കേട്ടോ. മിക്സ്ചർ ഇതേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇനി നമ്മൾ മിസ് പറഞ്ഞില്ലേ കുറെ എക്സാമ്പിൾസ് ചെയ്ത് നോക്കണം. ആൻഡ് ടൈപ്സ് ഓഫ് മിക്സ്ചർ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, യൂണിഫോം എന്നും നോൺ യൂണിഫോം എന്നും പറഞ്ഞിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കാം, യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ എന്ന്. ഓക്കെ ആണോ? യെസ്. ആദ്യം തന്നെ കാണിക്കുന്നത് ഗ്യാസ് ആൻഡ് ഗ്യാസ് ഉള്ളൊരു മിക്സ്ചർ ആണ് എയർ അല്ലേ? എയറിൽ ആക്ച്വലി ഗ്യാസ് ആൻഡ് ഗ്യാസ് ആണ് കൂടുതലുള്ളത്. ഓക്കെ, മെജോറിറ്റി ഗ്യാസ് ആൻഡ് ഗ്യാസ് ആണ്. ആൻഡ് അത് യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? ഗ്യാസ് ആൻഡ് ഗ്യാസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആര് പറയും എയർ യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? മരിയ എന്താണ്? യൂണിഫോം ആണ്. അതെ, കാണുമ്പോൾ നമുക്ക് അങ്ങനെ എല്ലാ ഭാഗത്തും ഏകദേശം എല്ലാനും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ദാറ്റ് ഈസ് എ യൂണിഫോം മിക്സ്ചർ കേട്ടോ മക്കളെ. എയർ ഈസ് എ യൂണിഫോം മിക്സ്ചർ. എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെയായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യൂണിഫോം മിക്സ്ചർ ആണെന്ന് പറയാം. ആൻഡ് അടുത്തത് ആര് പറയും? ഗ്യാസ് ആൻഡ് ലിക്വിഡിൽ കാറ്റഗറിയിൽ വരുന്നതാണ് എയറേറ്റഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ സോഡ വാട്ടർ. ഓക്കെ, ആലോചിച്ച് നോക്കുക, യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? സോഡ വാട്ടർ യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ എന്ന് ആര് പറയും സാർ? എമി പറഞ്ഞോ. യൂണിഫോം ആണോ മക്കളെ? എല്ലാരും ആലോചിച്ച് നോക്കി, യൂണിഫോം ആണോ അല്ലയോ? അല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ റിസൾട്ട് ചെയ്തേ. യൂണിഫോം അല്ല എന്ന് പറയുന്ന ആരെങ്കിലും? യെസ്, നന്ദബാല ഉണ്ട് അല്ല എന്ന് പറയുന്നത്. ഓക്കെ, നന്ദബാലിനോട് ചോദിക്കാം നമുക്ക്. വെള്ളം എന്ന് പറയുമ്പോ ലിക്വിഡ് അല്ലേ? രണ്ടും അതല്ല റീസൺ. ആക്ച്വലി നോൺ യൂണിഫോം ആണ്. ഓക്കെ, നോൺ യൂണിഫോം ആണ്. അതിന്റെ റീസൺ ആക്ച്വലി പറഞ്ഞത് മീൻസ് റീസൺ തെറ്റാണെന്നുള്ളൂ, ആൻസർ ശരിയാണ്. ഓക്കെ, റീസൺ എന്താണെന്ന് മക്കളെ നിങ്ങൾ ആലോചിക്കുക. ഗ്യാസ് തുറക്കുമ്പോൾ തന്നെ ലൈക്ക് സോഡ നമ്മൾ തുറക്കുമ്പോൾ തന്നെ പുറത്തോട്ട് പോയില്ലേ? അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ടോ? ലൈക്ക് നമ്മുടെ പുറത്തേക്ക് പോകാൻ കിട്ടില്ലേ? സോ യൂണിഫോം ആണെങ്കിൽ അത് അവിടെ തന്നെ. ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിൽ തന്നെ ഓക്സിജൻ ഡിസോൾവ് ഇൻ വാട്ടറിൽ ഓക്സിജൻ ഡിസോൾവ് ആയിരിക്കുക. ലൈക്ക് നമ്മൾ ഫിഷ് ഒക്കെ എടുക്കുന്നത് ആ ഓക്സിജൻ ആണെന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ബയോളജിയിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. വാട്ടറിൽ എന്തായാലും ഓക്സിജൻ എന്ന് പറഞ്ഞ് ഡിസോൾവ് ആയിട്ടുണ്ടാകും. ആൻഡ് ഇത് ആക്ച്വലി എന്താ യൂണിഫോം ആണ്. കാരണം ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല, അത് യൂണിഫോമാണ്. പക്ഷെ എയറേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് നമ്മൾ ഈ സ്പ്രൈറ്റ്, കോള, ഈ സംഭവങ്ങളൊക്കെ വരുന്ന കാറ്റഗറി, സോഡ വാട്ടർ ഒക്കെ വരുന്ന കാറ്റഗറി ശരിക്കും നോൺ യൂണിഫോം ആണ് കേട്ടോ. അതുകൊണ്ടാണ് അത് പുറത്തേക്ക് ചാടി പോവില്ലേ? മനസ്സിലായോ? അത് ആലോചിക്കണം. കിട്ടിയോ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? നമുക്ക് മൊത്തം കഴിഞ്ഞിട്ട് ഡൗട്ട് വയ്ക്കാം, അതായിരിക്കില്ലേ നല്ലത്. ഓക്കെ, സൂപ്പർ. ഇനി സോളിഡ് ആൻഡ് ഗ്യാസിന്റെ ഒരു പാർട്ടിക്കിൾ, കാർബൺ പാർട്ടിക്കിൾസ് ഇൻ എയർ. ആര് പറയും സോളിഡ് ഇൻ ഗ്യാസ്? അതായത് എയർ ഗ്യാസ് ആണ്, സോളിഡ് കാർബൺ ആണ്. കാർബൺ സോളിഡ് ആണ്, അത് ഓർക്കുക. ഓക്കെ, ആര് പറയും? അനാദ്യ. യെസ്, ദാ പറഞ്ഞോ. നിനക്ക് എന്ത് തോന്നുന്നു? യൂണിഫോം ആണ്. കാർബൺ എന്ന് പറയുന്നത് ആക്ച്വലി മറ്റേ ചാരം ഇല്ലേടാ മറ്റേ, മനസ്സിലായോ? അതേപോലെയുള്ള പാർട്ടിക്കിൾസ് അതേപോലെ ഉണ്ട്. അവർ എയറിൽ എങ്ങനെയായിരിക്കും? യൂണിഫോം ആണെന്ന് പറയാൻ പറ്റുമോ? ഒരേപോലെയാണോ കിടക്കുന്നത്? അല്ല, അപ്പൊ അത് ആക്ച്വലി എന്താ? നോൺ യൂണിഫോം. ഓർത്ത് വെക്കണം കേട്ടോ മക്കളെ. കാർബൺ പാർട്ടിക്കിൾസ്, അതായത് കാണാൻ പറ്റുന്ന പാർട്ടിക്കിൾസ്, നമുക്ക് വിസിബിൾ ആണ്. എയർ വേറെ കിടക്കുന്നു, പാർട്ടിക്കിൾസ് വേറെ കിടക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എയർ എന്ന് പറഞ്ഞപ്പോൾ, എയർ മാത്രം പറഞ്ഞപ്പോൾ അവിടെ ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ എല്ലാവരും ഉണ്ട്. ആ ഒരു കാറ്റഗറിയിൽ അവരെല്ലാം സെയിം ആയിട്ടാണ്, യൂണിഫോം ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു പാർട്ടിക്കിനെടുത്ത് നോക്കുമ്പോൾ ഏകദേശം സെയിം മാറ്ററിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക, ഒരേ പ്രൊപ്പോർഷൻ തന്നെയായിരിക്കും കിട്ടുക. പക്ഷേ ഇവിടെ കാർബൺ പാർട്ടിക്കിൾസ് ഇൻ എയർ എടുക്കുകയാണെങ്കിൽ ഒരേ പ്രൊപ്പോർഷനാലിറ്റിയിലായിരിക്കില്ല നമുക്ക് ഒരു ഭാഗത്തുനിന്ന് എടുക്കുമ്പോൾ ഉള്ള എമൗണ്ട് ആയിരിക്കണം എന്നില്ല വേറൊരു ഭാഗത്തുനിന്ന്. ഓക്കെ, അതും കൊണ്ട് നമുക്ക് അതിനെന്ത് പറയാം? നോൺ യൂണിഫോം ആണെന്ന് പറയാം. കിട്ടിയോ? യെസ്, ഡൗട്ട്സ് ഉള്ളത് ഓർത്ത് വെക്കുക. ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ലിക്വിഡ് ആൻഡ് ലിക്വിഡിലുള്ളതാണ് അസറ്റിക് ആസിഡ് ഇൻ വാട്ടർ ആണ് കേട്ടോ. അസറ്റിക് ആസിഡ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ വിനാഗിർ. മിസ് ആദ്യം കാണിച്ചു തന്നു. വിനീഗർ ആണ്. വിനീഗർ എന്ന് പറഞ്ഞ വിനീഗറിനെയാണ് അസറ്റിക് ആസിഡ് എന്ന് പറയാം. അറിയായിരുന്നു ആർക്കെങ്കിലും? യെസ്,
യെസ്. അപ്പോൾ ഈ വിനീഗറിനെ നമ്മൾ യൂഷ്വൽ കാണുമ്പോൾ തന്നെ അറിയാം അത് യൂണിഫോം ആണ്, അല്ലാണ്ട് സെപ്പറേറ്റ് ഒന്നും കിടക്കുന്നില്ല. സെപ്പറേറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? നോൺ യൂണിഫോം എന്ന് പറയും. ഒരേപോലെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിഫോം എന്ന് പറയും അല്ലേ? അത് ആലോചിച്ചാൽ മതി. ഓക്കെ, അടുത്തത് ആര് പറയും എന്നാ? ഓയിൽ ആൻഡ് വാട്ടർ. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടും. ഓയിൽ ആൻഡ് വാട്ടർ. യെസ്, എങ്ങനെയായിരിക്കും എടാ ഓയിൽ ആൻഡ് വാട്ടർ? വൈഫൈ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടില്ല. അല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓയിലും വാട്ടറും മിക്സ് ചെയ്തു നമ്മള്. അത് യൂണിഫോം ആയിട്ട് ഒരേപോലെ ഇരിക്കുകയായിരിക്കോ അതോ നോൺ യൂണിഫോം ആയിട്ട് ഇരിക്കുകയായിരിക്കോ? അത് തന്നെ, അടിപൊളി. അപ്പൊ നെറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മളത് പറയും. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ മക്കളെ. ഓയിൽ ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് നോൺ യൂണിഫോം ആണ് കേട്ടോ. കിട്ടിയില്ല? എല്ലാവരെയും ആൻസർ ശരിയായിരുന്നോ? അത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക, എന്നാലേ അത് വർക്ക് ആവുന്നുണ്ടെന്ന് കിട്ടുള്ളൂ. ഓക്കെ, ഇനി സോളിഡ് ആൻഡ് ലിക്വിഡിൽ വരുന്നതാണ് സാൻഡ് ആൻഡ് വാട്ടർ. മഡി വാട്ടർ എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, അതാര് പറയും? ചാരു. നോൺ ആണ് അല്ലേ? നമുക്ക് വേറെ സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഇപ്പൊ തന്നെ എടുക്കാൻ പറ്റും അല്ലെ? നോൺ യൂണിഫോം ആണ്. അടിപൊളി. ഇനി സോളിഡ് കാറ്റഗറി വരുന്നതാണ് ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബേക്കിംഗ് പൗഡർ എങ്ങനെ ഇരിക്കും എന്ന് ആലോചിക്കാം. ബേക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബേക്കിംഗ് സോഡയും ടാർട്ടറിക് ആസിഡ് ഒക്കെ ചേർന്നതാണ്. അത്ര ഒന്നും ചിന്തിക്കട്ടെ. ബേക്കിംഗ് പൗഡർ നമ്മൾ കാണുന്നതല്ലേ, അതിൽ നിന്ന് നമുക്ക് ഐഡിയ കിട്ടും. ബേക്കിംഗ് പൗഡർ എങ്ങനെയാണ് ഇരിക്കുന്നേ, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കാം. ഓക്കെ, അതാര് പറയും? യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? സയൻസ്. യെസ് ഡാ. നീ ഒന്നും ആലോചിച്ച് നോക്കിയേ, എങ്ങനെയായിരിക്കും ഇരിക്കുക? ബേക്കിംഗ് പൗഡറിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇതിലുള്ള ബേക്കിംഗ് സോഡ ഇതേ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്തായിരിക്കും? യൂണിഫോം. അതായത് യൂണിഫോം ആയതുകൊണ്ടാണ് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റാത്തത്. ഓക്കെ, അങ്ങനെ ആലോചിക്കണം കേട്ടോ. തിരിച്ചൊക്കെ മറിച്ചൊക്കെ ആലോചിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. ഓക്കെ, അപ്പൊ അതെന്ത് പറയാം നമുക്ക്? യൂണിഫോം ആണ്. കിട്ടിയോ? യെസ്. ആൻഡ് ലാസ്റ്റ് അലോയ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? മെറ്റൽസ് കൂട്ടിച്ചേർന്നില്ലേ? എന്താ ഫോർ എക്സാമ്പിൾ പറയാം നമുക്ക്. സ്റ്റെയിൻലെസ് സ്റ്റീൽ, നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂണിന്റെ ഗ്ലാസിന്റെ ഒക്കെ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെയാണ് അലോയ്സിന് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്. അതൊക്കെ നമുക്ക് എങ്ങനെയാ സെപ്പറേറ്റ് എടുക്കാൻ പറ്റുമോ? ആര് പറയും? വേദ്. എങ്ങനെയാ അലോയ്സ്? യെസ്, അലോയ്സ് എങ്ങനെയാന്ന് തോന്നുന്നു എനിക്ക്? ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഗോൾഡ് ജ്വല്ലറി ഒക്കെ ആക്ച്വലി ഗോൾഡിന്റെ കൂടെ വേറെ ആഡ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പൊ അതെങ്ങനെയാ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ? പറ്റുമോ? അത് എടാ ഭയങ്കര കെമിക്കൽ പ്രോസസ്സിങ് വഴിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ സോൾട്ട് സൊല്യൂഷനും നമുക്ക് കുറെ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യുകയാണെങ്കിൽ കിട്ടും. ഞാൻ ഉദ്ദേശിച്ചത് യൂണിഫോം ആയിരിക്കും നോൺ യൂണിഫോം ആയിരിക്കും? നോൺ യൂണിഫോം ഉറപ്പാണ് എനിക്ക്? വേറെ പ്രൊപ്പോർഷൻസ് ആയിരിക്കുന്നതാണോ? ഏകദേശം നമ്മളൊന്ന് എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ സ്റ്റെയിൻലെസ് സ്റ്റീൽ അതൊരു അലോയാ. ഓക്കെ, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ഗ്ലാസ് മേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പെർസെൻറ്റേജ് അയൺ സിങ്ക് ഒക്കെ ചേർന്നിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഓക്കെ, പക്ഷെ അത് യൂണിഫോം ആയിട്ടല്ല ഇരിക്കുന്നത്. ഒരു ഭാഗത്ത് അയൺ പ്രൊജക്ട് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് സിങ്ക്, അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ പിന്നെ അതെ. ഓക്കെ, കിട്ടിയോ? ഓക്കെ, അലോയ്സ് ആക്ച്വലി എന്താണ്? അലോയ്സ് എന്ന് പറയുന്നത് യൂണിഫോം ആണ് കേട്ടോ. മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു വേർഡ് ആണെങ്കിൽ ഓർത്ത് വെക്കുക. അലോയ്സും യൂണിഫോം ആണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ മക്കളെ. യെസ്. സോളിഡിന്റെയും ഗ്യാസിന്റെയും കാർബൺ പാർട്ടിക്കിളും യെസ്, കാർബൺ പാർട്ടിക്കിൾസ് തന്നെയാണോ? ഞാൻ പറഞ്ഞില്ലേ, ചാരമൊക്കെ കണ്ടിട്ടില്ലേ? ചാരമൊക്കെ ഇങ്ങനെ പൊടി ഇങ്ങനെ ആയിട്ട് ഡസ്റ്റ് പോലെ കിടക്കുന്ന കണ്ടിട്ടില്ലേടാ? അത് ആക്ച്വലി യൂണിഫോം ആണെന്ന് പറയാൻ പറ്റുമോ? യൂണിഫോം ആയിട്ടായിരിക്കോ കിടക്കുക? ആയിരിക്കോ? അത്രേ ഉള്ളൂ. നോൺ യൂണിഫോം അത്ര ചോദിച്ചോളൂ. എയറിലുള്ള കാർബൺ പാർട്ടിക്കിൾ. എയറിനെ നമുക്ക് കാണാൻ പറ്റുമോ? പക്ഷെ ഈ ചാരം ഇങ്ങനെ തെറിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ലേ? അത് സെപ്പറേറ്റഡ് ആയതുകൊണ്ട് എടുത്തെടുത്ത് കാണാൻ പറ്റുന്നില്ലേ? അത് നോൺ യൂണിഫോം ആയതുകൊണ്ടല്ലേ? അങ്ങനെ ആലോചിക്കാലോ. ഓക്കെ, യെസ്. എന്താടാ ഡൗട്ട്? എന്തേലും ചോദിക്കുന്നേ?
നോൺ യൂണിഫോം അല്ല, കാരണം എല്ലാ സ്ഥലത്തും ഒരേ ഓക്സിജൻ ആയിരിക്കില്ല. ഓക്കെ, എന്നാലും നമുക്ക് അതിനെ ഓരോന്നിനും എടുത്തെടുത്തെടുത്ത് മാറ്റാനൊന്നും പറ്റില്ലടാ. ലൈക്ക് അങ്ങനെ നമുക്ക് പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഉണ്ട്. ഇപ്പൊ ഇത്ര ഓക്കെ, ഇപ്പൊ ഓരോ പൊസിഷൻ അല്ലെങ്കിൽ ഓരോ വെതർ അനുസരിച്ചൊക്കെ മാറുന്നുണ്ടാവും. ബട്ട് ആക്ച്വലി എയർ എന്ന് പറയുന്ന യൂണിഫോം ആണ്. എയറിലുള്ള ഗ്യാസസ് ഒക്കെ ആക്ച്വലി നമ്മൾ എന്താ പറഞ്ഞത്, കമ്പോണൻസ് എന്ന് പറയുന്നതിനെ കാണാൻ പറ്റില്ലെങ്കിൽ പോലും അതിൽ മിക്സ്ചർ ആണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചതല്ലേ. അപ്പൊ ഷുഗർ സൊല്യൂഷൻ പഠിച്ചപ്പോഴല്ലേ നമ്മൾ ഈ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞത്. അതേപോലെ തന്നെയല്ലേ ഈ എയർ, എല്ലാം അതിന്റെ ഉള്ളിലേക്ക് പോയിരിക്കല്ലേ. ഇഫ് ഭയങ്കര ഡസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്, ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടിരിക്കുന്ന എയർ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി നോൺ യൂണിഫോം ആയിട്ട് കണക്കാക്കാം. നമ്മുടെ ഷുഗർ സൊല്യൂഷൻ നമ്മൾ എവിടെ നിന്ന് എടുത്താലും ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവില്ല കറക്റ്റ് ആയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് എവിടെ നിന്ന് എടുത്താലും ഒരേ ഓക്സിജൻ കിട്ടില്ലല്ലോ. ഓക്കെ, നീ അത് ഉള്ളിലോട്ട് പോയിട്ടാണ് പറയുന്നത്. പ്യുവർ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെയും കൂടി ഓരോന്നിനും എടുത്താണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഷുഗർ ഓക്കെ, എന്നാലും ആക്ച്വലി അങ്ങനെ പറയാൻ പറ്റില്ലടാ. എയർ ആക്ച്വലി യൂണിഫോം തന്നെയാണ്. ഈ പെർസെൻറ്റേജ് ഇവിടെയൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. പിന്നെ ഏരിയാസ് മാറുന്നതിനനുസരിച്ചൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പോകണമെന്നോ? ഇവിടുത്തെ എയർ അല്ലല്ലോ മിസ്, അമേരിക്കയിലെ എയർ അങ്ങനെയാണോ? ഓക്കെ, ആക്ച്വലി എയർ യൂണിഫോം അത് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത കാര്യത്തിലേക്ക് പോയാലോ? നമുക്ക് ഒരു പോയിന്റും കൂടി തീർത്തിട്ട് ലാസ്റ്റ് പോർഷൻ, മീൻസ് ഇന്നത്തെ ലാസ്റ്റ് പോർഷൻ കേട്ടോ. ക്ലാസ് കഴിഞ്ഞ് നല്ലതായിട്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്തൊരു കാര്യത്തിലേക്ക് മിസ് പറയാൻ പോവാണ് കേട്ടോ. ഇനി മിസ്സിൻ്റെ ഡൗട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലേ, ഈ പറഞ്ഞ പോലെ തന്നെ മിക്സ്ചർ ഉണ്ട്, മിക്സ്ചറിൽ കുറേ കോമ്പോണൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലേ. ഒരു മിക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ കോമ്പോണൻസ് ഉണ്ടാവും. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ഡിഫറെൻറ്റ് കോമ്പോണൻസ് ഒക്കെ എടുക്കാം. ലൈക്ക് ഒരു മിക്സ്ചർ എടുക്കുകയാണ്, അതിൽ നിന്ന് ഓരോരോ കോമ്പോണൻസിനെ സെപ്പറേറ്റ് ഒക്കെ ചെയ്ത് പല രീതിയിലും സെപ്പറേഷൻ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. കുറെ പഠിച്ചിട്ടൊക്കെ ഉണ്ടോ ഇതിന് മുന്നേ? ഡിസ്റ്റിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല? ഓക്കെ, കുറേയൊക്കെ കേട്ടിട്ടുണ്ട്. അത് തന്നെ, അങ്ങനെ പല മെത്തേഡ്സിലും മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്യുവർ ആണ് എന്ന് പറയാം. ഇപ്പോൾ പ്യുവർ ആണ് എന്ന് പറയുകയാണ്, ഒരു സബ്സ്റ്റൻസ് പ്യുവർ ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്യുവർ ആണെന്നുള്ള കുറേ ആഡ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? പ്യുവർ ആണ്, ദിസ് ഇസ് ദ പ്യുവർ ഗീ എന്നൊക്കെ പറയുകയാണല്ലേ. എന്തൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ? മീൻസ് ആഡിലൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, ഇത് പ്യുവർ ആയിട്ടുള്ളതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ തരാറുണ്ട് നമുക്ക്? വലിയ വലിയ ആഡുകളിലൊക്കെ കാണാറുണ്ട്. ഓക്കെ, പറഞ്ഞാലോ? ആരോൺ എന്തെങ്കിലും പരസ്യം കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടോ ഇത് 100% പ്യുവർ എന്ന് പറഞ്ഞിട്ട്? പാല് പറയാറുണ്ട് അല്ലേ. പ്യുവർ മിൽക്കാണ്, നേരിട്ട് കവിൻ്റെ അടുത്തുനിന്ന് വരികയാണ് നിങ്ങൾക്ക് വേണ്ടി അല്ലേ. ഓക്കെ, പിന്നെ എന്തെങ്കിലും അറിയാവോ? എനിത്തിങ്, എന്തെങ്കിലും എന്താടാ? ബിസ്ക്കറ്റ് പ്യുവറാ? എന്താ പറഞ്ഞേ? അഡ്വർടൈസ്മെന്റ് മിക്കത് അങ്ങനെ തന്നെ. പ്യുവർ ടെർമറിക്, അത് തന്നെ. പ്യുവർ വെളിച്ചെണ്ണ കുറെ കമന്റ് സെക്ഷനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, പ്യുവർ വെളിച്ചെണ്ണയാണ്, പ്യുവർ ഗീ ആണ്, പ്യുവർ മിൽക്കാണ് അല്ലേ. കുറേ കമൻറ്റ്സ് നിങ്ങളുടെ തന്നെ മിസ് വായിച്ചു. അതൊക്കെ തന്നെയാണ് മിസ്സും കൊണ്ടുവന്നത്. പ്യുവർ ഗീ, ഓക്കെ, പ്യുവർ ഗീ ആണ്, പ്യുവർ മിൽക്കാണ്, ആൻഡ് പ്യുവർ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഓയിലാണ് മക്കളെ നിങ്ങൾക്ക് കൊണ്ടുവന്നത്. സൺഫ്ലവർ ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആഡുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ മക്കളെ. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ആക്ച്വലി പ്യുവർ ആണോ? ഓക്കെ, ആര് പറയും? റെയ്ഹാൻ, ഇത് ആക്ച്വലി പ്യുവർ ആണോ? കെമിക്കലി ഇവർ പ്യുവർ ആണോ? അല്ല. അപ്പൊ കെമിക്കലി ഇവർ മിക്സ്ചർ ആയിരിക്കും അല്ലേ. യെസ്, എന്തൊക്കെ ഉണ്ടാവും അപ്പൊ ഇതിലൊക്കെ? ഇപ്പൊ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പാല് തന്നെ എടുക്കാം. ഈ പാലിൽ ആക്ച്വലി എന്തൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്? മിൽക്ക് ഉണ്ടാവും. ഓക്കെ, പിന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും അല്ലേ. അപ്പൊ അത് മിക്സ്ചർ ആയല്ലേ. എന്താണ്? അതന്നെയല്ലേ പറഞ്ഞു നീ? അതന്നെ. അതായത്
നമ്മൾ ഈ പറഞ്ഞ മാർക്കറ്റ് അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് ഞാൻ എന്ത് പറയുന്നത് കുറേ കാര്യങ്ങളൊക്കെ പറയും. അവർ പ്യുവർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതെന്നൊക്കെ പറയും. ബട്ട് ആക്ച്വലി പ്യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് പറയും. ഇത് എഴുതിയെടുക്കണം എന്നില്ല കേട്ടോ, മിസ് പറയുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ കെമിസ്ട്രിയുടെ ഡീറ്റെയിൽ അല്ല, നമുക്ക് നമ്മുടെ പോർഷനിലുള്ളതല്ല, മിസ് പറഞ്ഞതേ ഉള്ളൂ. പ്യുവർ എന്ന് പറയുന്നത് അൺഅഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെയാണ്. ഇത് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്, കെമിക്കലി ഉള്ള കാര്യമല്ല. നമ്മൾ കോമൺ യൂസേജിൽ പറയുന്നത് പ്യുവർ എന്ന് പറഞ്ഞാൽ മായം ചേർക്കാത്തത്, ടോക്സിക് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ആഡ് ചെയ്യാത്തത്, ഏറ്റവും പുവർ ക്വാളിറ്റി അല്ലാത്തത് എന്നല്ലേ പറയാ. പുവർ ക്വാളിറ്റി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും പ്യുവർ ആണ് അല്ലേ, അങ്ങനെയല്ലേ ആടുകളിൽ പറയാം. പ്യുവർ ക്വാളിറ്റി അല്ല, അല്ലെങ്കിൽ ചീപ്പർ അല്ല, ഭയങ്കര അത്യാവശ്യം നല്ല കണ്ടന്റ്സ് ആണ് കൊടുക്കുന്നത്, ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ആഡ് ചെയ്തിട്ടില്ല, വേറെ എക്സ്ട്രാ ടോക്സിക് പരിപാടികളൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും പ്യുവർ. ഓക്കെ, പക്ഷെ നമുക്കിവിടെ പഠിക്കാനുള്ള പ്യുവർ അതല്ല കേട്ടോ. ഓക്കെ, ആ പ്യുവറൊക്കെ മാറ്റി വെക്കുക. ഇത് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് മിസ് പറഞ്ഞാൽ എഴുതിയെടുക്കണ്ട. സോ നമുക്ക് കെമിസ്ട്രി പരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ഇസ് എ കൈൻഡ് ഓഫ് മാറ്റർ ദാറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഇൻ ടു അതർ കൈൻഡ്സ് ഓഫ് മാറ്റർ ബൈ എനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് മിക്സ്ചർ ആണെന്ന് പറഞ്ഞു അല്ലെ. സോൾട്ട് സൊല്യൂഷൻ ഒരു മിക്സ്ചർ ആണ്. ഈ സോൾട്ട് സൊല്യൂഷനെ നമുക്ക് സോൾട്ട് ആയിട്ടും ആൻഡ് വാട്ടർ ആയിട്ടും പിന്നെയും എടുക്കാൻ പറ്റില്ലേ? ഓക്കെ, എല്ലാവരും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പ്യുവർ ആണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, പ്യുവർ ആണ് ഒരു സബ്സ്റ്റൻസ്, പ്യുവർ ആണെന്ന് പറഞ്ഞാൽ അതായിരിക്കും അതിന്റെ ഏറ്റവും ബേസിക്. അതായത് ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് വേറൊരു ഫിസിക്കൽ പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് ചൂടാക്കിയോ മെൽറ്റ് ചെയ്യിപ്പിച്ചോ ഒന്നും ചെയ്യിപ്പിച്ചോ, ഡിസ്റ്റിലേഷൻ ചെയ്തോ അല്ലെങ്കിൽ കൊളോണോമെട്രി എന്ത് മെത്തേഡ് ചെയ്തിട്ടായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ സെപ്പറേറ്റ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെന്ത് പറയുന്നു? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നു. ഓക്കെ, ഐഡിയ കിട്ടിയോ മക്കളെ? പ്യുവർ സബ്സ്റ്റൻസ് എന്താന്ന് മനസ്സിലായോ? കിട്ടിയോ? കിട്ടിയ ഡാറ്റ കാണിച്ചേ. യെസ്, അതിൽ ആക്ച്വലി ആ ഒരു പാർട്ടിക്കിൾസ്, ആ ഒരു സബ്സ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും അഡീഷണൽ പരിപാടികൾ ഒന്നും ഉണ്ടാവില്ല, അഡീഷണൽ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഷുഗർ ഞാൻ എടുത്തു. ഓക്കെ, അപ്പൊ അതൊരു മിക്സ്ചർ ആണ്. ആൻഡ് ആ ഷുഗർ എന്ന് പറയുന്നതിന് പിന്നെ നമുക്കൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. ഷുഗർ ഏറ്റവും മിനിമം ആയിട്ട് അല്ലെങ്കിൽ വാട്ടർ ഏറ്റവും ചെറുതായിട്ടൊക്കെയാണ്. സോ അതിന് നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് നോൺ ആസ് പ്യുവർ സബ്സ്റ്റൻസ്. ഐഡിയ കിട്ടിയോ? ഓക്കെ, ഇതിന് വല്ല എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ? യെസ്, ഓക്കെ, കാർത്തികിന് ഐഡിയ കിട്ടാനിട്ടാണോ എന്ന് ചോദിക്കാം നമുക്ക്. ബാക്കിയുള്ളവർ പഠിച്ചു വെച്ചോ കേട്ടോ. ഓക്കേടാ, ചോദിച്ചോ. ഈ ഇന്ന് മാഡം പറഞ്ഞില്ല മറ്റേ ഇത് മിക്സ്ചറിന്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടോ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാന്ന്? മിക്സ്ചറിന്റെ അത് എക്സ്പെരിമെന്റ് ചെയ്യാനല്ല, ഇത് ചെയ്തു നോക്കാന്നാ പറഞ്ഞത്. പിന്നെ പ്യുവർ എന്ന് പറഞ്ഞാ എങ്ങനെയാണ് അത്? കെമിക്കൽ കണ്ടന്റ് ഇല്ലാത്ത, അതായത് ഏറ്റവും അത് തന്നെ ഫുഡ് അല്ലാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ആക്ച്വലി നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പ്യുവർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുക അതിൽ വേറെ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് അത് പ്യുവർ ആണെന്ന് നമ്മൾ പറയും. പക്ഷെ അത് പ്യുവർ അല്ല, അത് ആക്ച്വലി മിക്സ്ചർ തന്നെയാണ്. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന അതൊക്കെ മിക്സ്ചറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സോൾട്ട് സൊല്യൂഷനെ നമ്മൾ മിക്സ്ചർ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ സോൾട്ട് എന്ന് പറയുന്നതും വാട്ടറും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഓക്കെ, പിന്നെ അതിൽ നിന്ന് നമുക്കൊന്നും സെപ്പറേറ്റ് ചെയ്യാനില്ലല്ലോ. ഓക്കെ, അപ്പോൾ അവരെ നമുക്ക് എന്ത് പറയാം? പ്യുവർ ആയിട്ടിരിക്കുകയാണ്. ഇനി അതിൽ നിന്ന് വേറെ സെപ്പറേഷൻ, അവർ മിക്സ്ചർ അല്ല. അപ്പോൾ രണ്ട് കാറ്റഗറി ആയിട്ട് പറയുകയാണെങ്കിൽ മിക്സ്ചറും ഉണ്ട്, ഈ പറഞ്ഞ പോലെ പ്യുവർ സബ്സ്റ്റൻസും ഉണ്ട്. മാറ്ററിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ. ഓക്കെ, യെസ് അമീൻ, എന്താടാ ഡൗട്ട്? ബാക്കിയുള്ളവരിത് പഠിച്ചോ കേട്ടോ. ഓക്കെ, pure substance is a kind of matter that cannot be separated into other kind of matter by any physical process. Yes. അപ്പോൾ chemical process വഴി പറയാൻ പറ്റും. ഓക്കെ, അത് ഫോർ എക്സാമ്പിൾ യെസ് ഇപ്പോൾ സോൾട്ടിന്റെ കേസിൽ മിസ് പറയുകയാണെങ്കിൽ സോൾട്ട് ഈസ് NaCl റൈറ്റ്, അല്ലെങ്കിൽ വാട്ടർ ഈസ് H2O. ആക്ച്വലി പ്യുവർ സബ്സ്റ്റൻസിന്റെ കാറ്റഗറിയിൽ നമ്മൾ വാട്ടർ പറയാറുണ്ട്. ഓക്കെ, കെമിക്കൽ പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് വാട്ടറിനെ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. യെസ് ഓക്കെ, എന്നാൽ പഠിച്ചു കഴിഞ്ഞവരൊന്ന് റേസ് ഹാൻഡ് ഇട്ടേ മക്കളെ. പഠിച്ചു കഴിഞ്ഞവർ, പ്യുവർ സബ്സ്റ്റൻസ് എന്താന്ന് പഠിച്ചു കഴിഞ്ഞവർ. യെസ്, ആര് പറയും സർ? റെഹാൻ. ഓക്കേടാ, കണ്ണടച്ച് ഡൗട്ടാണോ ചോദിച്ചിട്ട് പറയാം. ഏതാണ്?
ഇത് എഴുതണം. ഇത് എഴുതിക്കോ. ഞാൻ നേരത്തെ പറഞ്ഞതാ, ജസ്റ്റ് ഒന്ന് അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് എഴുതണം. ദിസ് ഇസ് കെമിസ്ട്രി. ഓക്കെ. ഓക്കെ ഓക്കെ. അടുത്ത ആൾ ആര് പറയും? നന്ദബാല പഠിച്ചോ? ഓക്കെ, കണ്ണടച്ചിട്ട് പറഞ്ഞോടാ. A pure substance is a kind of matter that cannot be separated by any physical kind of process. ഓക്കെ, അടിപൊളി, സൂപ്പർ. ഓക്കെ, ഇനി അടുത്തത് ആര് പറയും? വേദ്. യെസ് ദാ പറഞ്ഞോ. A pure substance is a kind of matter that cannot be separated from its with any physical process. ഓക്കെ, അടിപൊളി, സൂപ്പർ. ദെൻ അടുത്തത് ആര് പറയും? ആരോൺ. The pure substances of Pure substance is a kind of matter which cannot be സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. separated. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോ നീ. ഓക്കെ, ഇനി അടുത്ത ആര് പറയും? മരിയ. യെസ്, മരിയ. ഓക്കേടാ, പറഞ്ഞോ. കണ്ണടച്ചിട്ട്. The pure substance is a kind of matter that cannot be separated into other kinds of matter by any physical process. യെസ്, അടിപൊളി കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. അതിനെപ്പറ്റി അഡീഷണൽ ഇൻഫർമേഷൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഇതൊക്കെ എങ്ങനെ ആ ഒരു ഏരിയയിലൊക്കെ വരുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. സോ എന്ത് പറയാം, നമുക്ക് എന്ത് ചെയ്യാം, ഇതോടുകൂടി ഇതും കൂടെ ഉള്ളൂ ആക്ച്വലി ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഗോൾഡ്, സിൽവർ, സോഡിയം ഇതൊക്കെ പ്യുവറാണ്. ഓക്കെ, പ്യുവർ ഗോൾഡ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓർണമെൻ്റ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്കത് ആക്ച്വലി മിക്സ്ചർ എന്ന് പറയാൻ പറ്റുള്ളൂ. അതിൽ ഗോൾഡ് എന്ന് പറയുന്ന ശരിക്കും ഗോൾഡ് പെട്ടെന്ന് ബ്രിറ്റ് മീൻസ് പൊടിഞ്ഞു പോകുന്ന ആളാണ്. ഗോൾഡിനെ പൊടിക്കാൻ പറ്റും ഒറിജിനൽ ഗോൾഡ് ആണെങ്കിൽ. അപ്പോൾ ഇതിങ്ങനെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് കോപ്പറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മിക്സ്ചറാണ്. ബട്ട് ഒരു പ്യുവർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഈ ഗോൾഡ് എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ ഗോൾഡ് ഇസ് എ പ്യുവർ സബ്സ്റ്റൻസ്. സിൽവർ അതേപോലെ തന്നെയാണ്. സോഡിയം ഇങ്ങനെയൊക്കെ ഓരോ ഇപ്പം നമ്മൾ അയൺ എന്നൊക്കെ പറഞ്ഞ് കുറേ പഠിച്ചിട്ടില്ലേ, മെറ്റൽസിലൊക്കെ കുറേ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ ആൾക്കാരെ അറിയില്ലേ, അവരൊക്കെ നമുക്ക് എന്ത് പറയാം, പ്യുവർ സബ്സ്റ്റൻസസിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഓക്കെ, കിട്ടിയോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഡൗട്ട്സ് ചോദിക്കാം പോരെ? യെസ്. അപ്പോൾ ഇന്ന് മിസ് എന്തൊക്കെയാണ്, പുതിയൊരു ചാപ്റ്ററാണ് മിസ്. ഓക്കെ, പുതിയൊരു ചാപ്റ്റർ എടുത്തു. പുതിയ ചാപ്റ്ററിൽ മിക്സ്ചേഴ്സിനെ പറ്റിയാണ് മിസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഓക്കെ, മിക്സ്ചേഴ്സ് എന്താണാ മിസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആര് പറയും? യെസ്, ആര് പറയും? ആരെങ്കിലും ധൈര്യമുള്ളവർ വന്നോളൂ. ജോയൽ. ഓക്കെ, പറഞ്ഞോടാ. യെസ്, എന്തായിരുന്നു മിക്സ്ചർ ഓർമ്മയുണ്ടോ? 2 or more substance. ഇതെനിക്ക് മനസ്സിലായത് പറഞ്ഞോടാ, കുഴപ്പമില്ല. എന്താണ് മിക്സ്ചറിന് ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഇൻ യുവർ ഓൺ ലാംഗ്വേജ്. 2 or more substances and mixture where each substance retain is what? ഓക്കെ, നീ എന്തോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. അർഷിക്. ഓക്കെ, എന്താ പറഞ്ഞത് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ മിസ് സ്റ്റാർട്ടിങ്ങില്? മിക്സർ എന്ന് വെച്ചാല് രണ്ട് കോമ്പോണന്റ്സിന്റെ മിക്സ് ആണ്. ആ രണ്ട് കോമ്പോണന്റ്സിന്റെ പ്രോപ്പർട്ടീസ് ചെയ്യുന്നത്. യെസ്, അടിപൊളി, സൂപ്പർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടൈപ്സ് ഓഫ് മിക്സ്ചറിൽ 2 ടൈപ്പ് ഉണ്ട്, യൂണിഫോമും നോൺ യൂണിഫോമും പറഞ്ഞല്ലേ? ഓക്കെ, ആൻഡ് പിന്നെ എന്തൊക്കെ പറഞ്ഞു? 2 എക്സ്പെരിമെന്റ്സിന്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഏതൊക്കെയായിരുന്നു എന്ന്? യെസ്, ഉദിത് പറഞ്ഞോ? ഓക്കെ, 2 എക്സ്പെരിമെന്റ് മിസ് പറഞ്ഞു, അത് ഏതൊക്കെയായിരുന്നു? മറന്നുപോയ ആക്ടിവിറ്റീസ്. ഒരു പെട്രി ഡിഷിന്റെ കേസ് ഒക്കെ പറഞ്ഞത്
ആ അത് തന്നെ ലൈം വാട്ടർ. വരും. റീസൺ എന്താ പറഞ്ഞത്? കാർബോഹൈഡ്രേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. നീ കാർബോഹൈഡ്രേറ്റ് എന്നൊക്കെ പറയുന്നു. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മിൽക്കി കളർ വരും. ഓക്കേടാ, അടിപൊളി. ആ റിയാക്ഷൻ പഠിച്ചാൽ മതി കേട്ടോ. ഇനി ലാസ്റ്റ് നമ്മൾ പിന്നെ എവിടേക്ക് പോയി? പ്യുവർ സബ്സ്റ്റൻസസിന്റെ ഏരിയയിലേക്ക് പോയി. കുറെ എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടാണ് പ്യുവർ സബ്സ്റ്റൻസിന്റെ ഏരിയയിലേക്ക് പോയത്. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞപ്പോൾ എന്താ മിസ് പറഞ്ഞത്? മിസ് എന്നാ പറയാം, വേറെ ഒന്നുമല്ല പറഞ്ഞത്. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇനി മാറ്ററിനെ പിന്നെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസിനെയും പറഞ്ഞത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? മിക്സ്ചേഴ്സും പ്യുവർ സബ്സ്റ്റൻസസും മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ. ഇത്രയും കാര്യം ഒക്കെ അല്ലേ മക്കളെ? ഓക്കെ, അപ്പം ഇന്ന് എന്താ പരിപാടി? നമ്മുടെ ചാപ്റ്റർ എക്സാം അല്ലേ ഇന്ന്? അപ്പോൾ ഫുൾ മാർക്സും കിട്ടണം. ആൻഡ് 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 15 മിനിറ്റ്സും ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് റെഡി ആയിട്ടിരുന്നോ? പാരൻസിനെ വിളിച്ച് ഓടി വാട്ടോ.